ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കുന്ന ഭാഗ്യവതികൾക്കായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട കർമ്മേൽ പ്രയർ ഫെലോഷിപ്പിന്റെ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയിൽ ഒരിക്കൽ കൂടി കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ സ്വർഗത്തിൽ ദൈവം ഒരുക്കുന്ന ഭാഗ്യവതികൾക്കായി സ്തോത്രം. ഇന്ന് രാത്രികാലം ഇതിനുള്ളിൽ ജോയിൻ ചെയ്തിരിക്കുന്ന കഥാവിൽ പ്രസിദ്ധരായിരിക്കുന്ന ദൈവദാസന്മാർ, ദൈവമക്കൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വേഗം പറഞ്ഞ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഹല്ലേലൂയ അൻമൽ കെ സാമുവേൽ, ഹല്ലേലൂയ. അതുപോലെ തന്നെ ഇന്ന് രാത്രികാലം ദൈവനെ ശുശ്രൂഷിക്കുന്ന ബഹുമാനിദാസി റീന സിസ്റ്റർക്കായ സ്തോത്രം. ഇന്ന് രാത്രികാലം ഇതിലേക്ക് ഞങ്ങളെ പരിചയപ്പെടുത്ത ഹല്ലേലൂയ പാസ്റ്റർ ബിനോയ് ജോസഫിനായ സ്തോത്രം. ഇന്ന് രാത്രികാലം സന്തോഷത്തോടെ നമ്മുടെ ഹൃദയത്തെ ദൈവസ്ഥലങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട് നമ്മുടെ കർത്താവിൻ്റെ വരവ് താമസിച്ചത് കൊണ്ട് ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രികാലം കർത്താവിനെ സ്നേഹിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കുന്ന എല്ലാ ശ്രേഷ്ഠ പദവികളെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. സന്തോഷത്തോടെ ദൈവസ്ഥലത്തിലായിരിക്കണം. സന്തോഷിക്കുവാൻ നമുക്ക് ആയിരം കാരണങ്ങളുണ്ട്. ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദിയുള്ളവരായി കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രികാലവും നമ്മെ അനുഗ്രഹിക്കുവാൻ, നമ്മെ മാനിക്കുവാൻ നമുക്ക് വേണ്ടി വില തന്ന അപ്പൻ്റെ സ്നേഹമുണ്ട്. ഇന്ന് രാത്രികാലം ആ സ്നേഹത്തിന് മുമ്പിൽ ഒരു നിമിഷം സമർപ്പണത്തോടെ പ്രാർത്ഥിച്ചാണ്. കർത്താവ്, ഇന്ന് രാത്രികാലത്തെ ആരാധന ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത ആത്മീയ അനുഭവങ്ങളാക്കി സ്വർഗം മാറ്റണമേ കർത്താവേ. ഇന്ന് രാത്രികാലം വെറുതെ ചടങ്ങ് തീർക്കുന്നവരായിട്ടല്ല നാഥ, ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ദൈവിക സ്പർശനങ്ങൾ അനുഭവിക്കുവാൻ, രോഗബന്ധനങ്ങളെ മാറ്റുന്ന ദൈവശക്തിയുടെ വ്യാപാരം ജീവിതത്തിൽ അനുഭവിക്കുവാൻ, ജീവിത വിശുദ്ധിയോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കണം. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പൂർണ്ണ പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതമെന്നത് തിരിച്ചറിയേണ്ടതിന് മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഇന്ന് രാത്രികാലവും ഒരു രൂപാന്തരത്തിന്റെ രാത്രിയായി മാറട്ടെ. ഇന്ന് രാത്രികാലം വിശുദ്ധിയുടെ രാത്രിയായി മാറട്ടെ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ, ഹല്ലേലൂയ വിശുദ്ധിക്കെതിരെ ചോദ്യം ചെയ്യപ്പെടുന്ന സകല വിഷയങ്ങളോടും വിട പറയുന്ന രാത്രിയായിട്ട് നമുക്ക് ഒരുമിച്ച് സമർപ്പണത്തോട് ഇന്ന് രാത്രികാലം പറയാം. എന്നെ നടത്തുന്ന ഒരു പൊന്നു കരമുണ്ട്, ഒരു നാള് കുറുകിപ്പോയിട്ടില്ല. എന്നെ നടത്തുന്ന ഹല്ലേലൂയ എൻ്റെ ശബ്ദം കേൾക്കുന്ന എനിക്കൊരു കാത് എനിക്കുണ്ട്, ഒരു നാളും അത് മന്ദമായി പോവുകയില്ല. ഹല്ലേലൂയ. ഈ ലോകത്തിലെ സ്നേഹിതരെല്ലാം മാറിപ്പോയാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ട്. എന്നെ നിറയ്ക്കുന്ന നല്ലൊരു പാനപാത്രമുണ്ട്, അതൊരിക്കലും കുറഞ്ഞു പോയിട്ടില്ല. ഹല്ലേലൂയ. എൻ്റെ ദാഹം തീർക്കുന്ന ഒരു ജീവജല നദിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ചാരുവാൻ നല്ലൊരു മാർവിടമുണ്ട്, ചൂട് നൽകുന്ന നല്ലൊരു അപ്പൻ്റെ സാന്നിധ്യമുണ്ട്. ഇന്ന് രാത്രി കാല സമർപ്പണത്തോടെ ഈ വരികൾ ചേർന്ന് പാടി നമ്മുടെ കർത്താവിന് മുഖത്ത് കൊടുത്താണ്. ഹല്ലേലൂയ. ഒരു നാളിലും കൂറുകിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. ഹല്ലേ ഹല്ലേലൂയ പാടിടൂ ആ പൂജ ബലത്താ നടത്തിയതാ. ഹല്ലേ ഹല്ലേലൂയ പാടിടൂ ആ ഇമ്പസ്വരത്താ നയിച്ചതിനാ. ഹല്ലേ
അതു കുറഞ്ഞിട്ടില്ല. എന്നും നിറയ്ക്കും പാനപാത്രമുണ്ടെന്നു ഇന്നുവരെയും അതു കുറഞ്ഞിട്ടില്ല. ദാഹം തീർക്കുന്ന ജീവനദിയുണ്ടെന്നോ ഒരു നാളും വറ്റിപ്പോകില്ല. ദാഹം തീർക്കുന്ന ജീവനദിയുണ്ടെന്നോ ഒരു നാളും വറ്റിപ്പോകില്ല. പാടിടോ അഭുജബലം നായിത്തിയതാ. ഹല്ലേലൂയ പാടിടോ ആ ഇമ്പസ്വരം നായിച്ചതിനാൽ. ഹല്ലേലൂയ പാടിടോ പൂജബലം നടത്തിയതാ. ഹല്ലേലൂയ പാടിടോ ആ ഇമ്പസ്വരം നയിച്ചതിനാൽ. എനിക്കാശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്. ഒരു നാളിലും വാതിലടയുകില്ല. എനിക്കാശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്. ഒരു നാളിലും വാതിലടയുകില്ല. എൻ തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്. ചൂടു നൽകും യേശുവിൻ മാർവ്. എൻ തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്. ചൂടു നൽകും യേശുവിൻ മാർവ്. ഹല്ലേലൂയ പാടി. ഹല്ലേലൂയ ശമനവനവ ഹല്ലേലൂയ പാടിടോ ആ ഇമ്പസ്വരം നയിച്ചതിനാൽ. ഹല്ലേലൂയ പാടിടോ ആ ഭുജബലം നയിച്ചതിനാൽ. ഹല്ലേലൂയ പാടിടോ ആ ഇമ്പസ്വരം നയിച്ചതിനാൽ. ഹല്ലേലൂയ പാടിടോ ആ ഭുജബലം നയിച്ചതിനാൽ. ഹല്ലേലൂയ പാടിടോ ആ ഇമ്പസ്വരം നയിച്ചതിനാൽ. എനിക്കാശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്. ഒരു നാളിലും വാതിലടയുകില്ല. എനിക്കാശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്. ഒരു നാളിലും വാതിലടയുകില്ല. എൻ തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്. ചൂടു നൽകും യേശുവിൻ മാർവ്. എൻ തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്. ചൂടു നൽകും യേശുവിൻ മാർവ്. ഹല്ലേലൂയ പാടി. ഹല്ലേലൂയ
ഹല്ലേലൂയ പാടിടൂ സ്വരത്താൽ നയിച്ചതിനാൽ ഹല്ലേലൂയ പാടിടൂ പൂജാബലം നടത്തിയതാൽ ഹല്ലേലൂയ പാടിടൂ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ ഹല്ലേലൂയ പാടിടൂ പൂജാബലം പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി അനുഗ്രഹിക്കപ്പെട്ട വൈകവേളയിൽ നമ്മുടെ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. പല സമയങ്ങളിൽ, പല ദേശങ്ങളിൽ, പല പട്ടണങ്ങളിൽ, പല സാഹചര്യങ്ങളിൽ നമ്മൾ ഒരുമിച്ച് ഇന്ന് രാത്രികാലം കൂടിയിരിക്കുക. നമുക്ക് ഒരേ ഒരു ഹല്ലേലൂയ കാരണമേ ഉള്ളൂ. ഹല്ലേലൂയ. ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയുവാൻ അനേക കാരണങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. ഇന്ന് രാത്രികാലം സന്തോഷത്തോടെ കർത്താവിന്റെ സന്നിധിയിലായിരുന്നാണ്. സന്തോഷം തരാത്ത ഈ ലോകത്ത്, സമാധാനം തരാത്ത ഈ ലോകത്ത് നമ്മുടെ പ്രത്യാശ നമ്മുടെ കർത്താവിന്റെ വരവാ. ഹല്ലേലൂയ. നിത്യതയ്ക്ക് തടസ്സമായ ജീവിതത്തിലുള്ള കുറവുകളോട് വിട പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രികാലം നമുക്ക് ഒരുമിച്ച് പറയാം, എന്റെ കർത്താവിന്റെ വരവിൽ ഞാൻ എടുക്കപ്പെടുമെന്നുള്ള ഹല്ലേലൂയ ഉറപ്പോടെ ദൈവത്തോട് ഇന്ന് രാത്രികാലം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയിൽ ഹല്ലേലൂയ സന്തോഷത്തോടെ കടന്നു വരുവാൻ ആയുസ് തന്ന ദൈവത്തിന്, ആരോഗ്യം തന്ന ദൈവത്തിന്, ബലം നൽകിയ കർത്താവിന് നമ്മൾ ഒരുമിച്ച് പാടി മഹത്വപ്പെടുത്തുവാൻ പോകുക. നമ്മൾ ഒരുമിച്ച് പാടിയതുപോലെ ഹല്ലേലൂയ ഭുജബലത്താൽ ദൈവം നമ്മെ ഓരോ ദിവസവും വഴി നടത്തി. ഹല്ലേലൂയ. ശ്രേഷ്ഠതകളൊന്നും ജീവിതത്തിൽ പറയുവാനുള്ള പെരുകരെ സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കുവാനല്ലാതെ ഇന്ന് രാത്രികാലം നമുക്ക് ഒന്നിനും കഴിയത്തില്ല. ഇന്ന് അനുഭവിക്കുന്ന സകലതും കർത്താവിന്റെ ദാനമാണ്. ഹല്ലേലൂയ. ദാനത്തിലല്ല, ദാനം തന്ന കർത്താവിൽ പ്രശംസിക്കുവാൻ ഇന്ന് രാത്രികാലം സ്വർഗം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ലോകത്തിന് അനുരൂപമാകാൻ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് ഹല്ലേലൂയ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ ഇന്ന് രാത്രികാലം സ്വർഗം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം അവസാന അധ്യായത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനി നീതിയായിട്ട് വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഞാനിതാ വരുന്നു, ഞാൻ ഇതാ വേഗം വരുന്നു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുവാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. പ്രതിഫലവുമായി നമ്മുടെ കർത്താവ് വരാറായി. ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ പ്രത്യാശ പ്രിയരെ, വാനമേഘത്തിൽ കാഹള ശബ്ദം മുഴങ്ങും, എന്റെ കർത്താവ് വരും, ഞാൻ അവനോടുകൂടെ ചേർക്കപ്പെടുമെന്നുള്ളത്. ഈ ലോകത്തിൽ നേടിയതും അധ്വാനിച്ചുണ്ടാക്കിയത് കൽപ്പിച്ചുണ്ടാക്കിയത് സകലതും മായയാണെന്ന് തിരിച്ചറിയുന്ന ഒരു ദിവസമുണ്ട്. ഒന്നുമില്ലാത്തവരായി നമ്മൾ ഈ ലോകത്ത് വന്ന് ഒന്നുമില്ലാത്തവരായി ഇവിടം വിട്ട് പുറപ്പെട്ടു പോകേണ്ട ഒരു ദിവസമുണ്ട്. ഇന്ന് രാത്രികാലം സന്തോഷത്തോടെ ആ കർത്താവിന് ആയുസ് തന്ന ദൈവത്തിന്, ആരോഗ്യം തന്ന കർത്താവിന് ഇന്ന് രാത്രികാലം നമ്മൾ ഒരുമിച്ച് ആരാധിക്കുവാൻ പോയ. ഹല്ലേലൂയ. ആരാധനയിൽ മഹത്വമുണ്ട്, ആരാധനയിൽ വിടുതലുണ്ട്, ആരാധനയിൽ ശക്തിയുണ്ട്, ആരാധനയിൽ എരിഹോപിടി, ആരാധനയിൽ മാറമധുരമാകും, ആരാധനയിൽ ചെങ്കടൽ പിളരും, ആരാധനയിൽ ഹല്ലേലൂയ നിനക്ക് നന്മകളെ നശിപ്പിച്ച് കളയുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ കവിഞ്ഞൊഴുകുന്ന യോർദാന്റെ മേൽ ഹല്ലേലൂയ അഭിഷക്തന്മാരുടെ കാൽപാദം ചവിട്ടിയപ്പോൾ യോർദാൻ പിളർന്നെങ്കിൽ ഇന്ന് രാത്രികാലം നിന്റെ ജീവിതത്തിൽ അലട്ടുന്ന വേദനകളല്ല വലുത്, പ്രശ്നങ്ങളല്ല വലുത്. ഇന്ന് രാത്രികാലം ആ പ്രശ്നങ്ങളുടെ മുകളിലൂടെ കാല് ചവിട്ടിപ്പോയ ഒരുവൻ എനിക്കും നിനക്കും വേണ്ടി ഉയരത്തിലുണ്ട്. അവന്റെ പേര് നസ്രയനായ യേശു എന്നാണെങ്കിൽ ഇന്ന് രാത്രികാലം നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവോ, ഒരു നിമിഷം കൊണ്ട്, ഒരു സെക്കൻഡ് കൊണ്ട് ജീവിത ഗതികളെ മാറ്റുവോ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. രാത്രികാലം അതുകൊണ്ട് സന്തോഷത്തോടെ ദൈവം നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ദിവസങ്ങളിലല്ലോ ഹല്ലേലൂയ ശക്തമായി പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. ദൈവം നമ്മോട് വചനത്തിലൂടെ പലപ്പോഴും ഹല്ലേലൂയ പ്രാർത്ഥനയുടെ പാട്ടിലൂടെ ഹല്ലേലൂയ ദൈവാത്മാവ് നമ്മളെ ഉറപ്പിക്കുന്ന ഒരു രണ്ട് വേടുകളുണ്ട്. ഒന്ന് ഒബേ മീ, ഹല്ലേലൂയ. രണ്ട് ട്രസ്റ്റ് മീ, ഹല്ലേലൂയ. ദൈവത്തെ അനുസരിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ നമ്മൾ ഡോക്ടർമാരിൽ വിശ്വസിക്കും, ലോകത്തെ പലരും വാക്കുകൾ നമ്മൾ വിശ്വസിക്കും. ഇന്ന് രാത്രികാലം ദൈവം നമ്മോട് പറയുന്നു, നീ എന്നെ അനുസരിക്കുകയോ എന്നിൽ വിശ്വസിക്കുകയോ ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ അനാഥനായി കൈവിടുകയില്ല. ഇന്ന്
രാത്രികാലം ആരെല്ലാം കൈവിട്ടാലും, ആരെല്ലാം തഴഞ്ഞാലും, ആരെല്ലാം മാറ്റി നിർത്തിയാലും ഒരു നാളും നമ്മെ കൈവിടാത്ത അപ്പൻ പറയുന്നു, obey me, trust me, hallelujah. എന്നെ അനുസരിക്കുക, എന്നെ അനുസരിക്കുക, എന്റെ വഴികളിൽ നടക്കുക, എന്നിൽ വിശ്വസിക്കുക. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ആരാധനയിൽ വിടുതലുണ്ടെങ്കിൽ, ആരാധനയിൽ രോഗസൗഖ്യമുണ്ടെങ്കിൽ, ആരാധനയിൽ രോഗബന്ധനങ്ങൾ അഴിയുമെങ്കിൽ ഇന്ന് രാത്രികാലം നിന്റെ വിടുതലിന്റെ മണിക്കൂറുകളോ. സന്തോഷത്തോടെ സന്തോഷത്തോടെ അനുഗ്രഹിക്കപ്പെട്ട വരികൾ ചേർന്ന് പാടി നമ്മുടെ കർത്താവിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ. രക്ഷിതാവൻ സ്വന്തമായതാ, ജ്ഞാനവൻ സന്താനം ആയിത്തീർന്നതാ. എന്തു മോദമെന്റെ അന്തരംഗത്തിൽ പാടുന്ന സന്തോഷത്താൽ. എന്തു മോദമെന്റെ അന്തരംഗത്തിൽ പാടുന്ന സന്തോഷത്താൽ. രക്ഷാദാനമോ ആദപ്രമാതുലോ, എന്നെ വീണ്ടതോ ആദത്ര ആശ്ചര്യം. രക്ഷാദാനമോ കർത്തൻ സ്വന്തമായി എന്നെ തീർത്തതാ, കീർത്തിക്കുന്ന നന്ദിയാ. കർത്തൻ സ്വന്തമായി എന്നെ തീർത്തതാ, കീർത്തിക്കുന്ന നന്ദിയാ. രക്ഷക നിന്നെ ഇഷ്ടം നിറവേറ്റുവാ, നീക്കുക എന്നെ ഇഷ്ടം മുറ്റുമൻ ഭവാ. രക്ഷക നിന്നെ ഇഷ്ടം നിറവേറ്റുവാ, നീക്കുക എന്നെ ഇഷ്ടം മുറ്റുമൻ ഭവാ. നടത്തന്റെ നിങ്ങൾ ഭൂതമാർഗത്തിൽ പാലിക്കന്റെ കൃപയെ. നടത്തന്റെ നിങ്ങൾ ഭൂതമാർഗത്തിൽ പാലിക്കന്റെ കൃപയെ. രക്ഷാദാനമോ ആദപ്രമാതുലോ, ആദപ്രയാശ്ചര്യോ. രക്ഷാദാനമോ ആദപ്രമാതുലോ, എന്നെ വീണ്ടതോ ആദപ്രയാശ്ചര്യം. കർത്തൻ സ്വന്തമായി എന്നെ തീർത്തതാ, കീർത്തിക്കും ഞാൻ നന്ദിയാ. കർത്തൻ സ്വന്തമായി എന്നെ തീർത്തതാ, കീർത്തിക്കും ഞാൻ നന്ദിയാ. ഒരു ഞാൻ തളർന്നു വീണു പോകായി വാ, ശത്രു എന്റെ മേൽ ജയം കൊണ്ടിടായി വാ. ഒരു ഞാൻ തളർന്നു വീണു പോകായി വാ, ശത്രു എന്റെ മേൽ ജയം കൊണ്ടിടായി വാ. യേശുവേ നിൻ ശക്തി എന്നും നൽകുകേ, ആത്മാവാൽ നിറയ്ക്കുക. യേശുവേ നിൻ ശക്തി എന്നും നൽകുകേ, ആത്മാവാൽ നിറയ്ക്കുക. രക്ഷാദാനമോ ആദപ്രമാതുലോ, എന്നെ വീണ്ടതോ ആദപ്രമാതുലോ. ആദപ്രമാതുലോ, എന്നെ വീണ്ടതോ ആദപ്രയാശ്ചര്യം. കർത്തൻ സ്വന്തമായി എന്നെ തീർത്തതാ, കീർത്തിക്കും ഞാൻ നന്ദിയാ. കർത്തൻ സ്വന്തമായി എന്നെ തീർത്തതാ, കീർത്തിക്കും ഞാൻ നന്ദിയാ. സ്വർഗ്ഗേ വന്നു നിന്നെ ഞാൻ കണ്ടിടുമ്പോ, എന്റെ സർവ്വഗേദം അന്നു തീരുമ്പോ. സ്വർഗ്ഗേ വന്നു നിന്നെ ഞാൻ കണ്ടിടുമ്പോ,
സ്വന്തമായതാ, ഞാനവൻ സന്താനം. ഹല്ലേലൂയ. യേശു രക്ഷിതാവൻ സ്വന്തമായതാ, ഞാനവൻ സന്താനം ആയിത്തീർന്ന എന്നു മോദമെന്റെ അന്തരംഗത്തിൽ പാടുന്ന സന്തോഷത്താൽ. എന്തു മോദമെന്റെ അന്തരംഗത്തിൽ പാടുന്ന സന്തോഷത്താൽ. രക്ഷാദാനമോ ആദത്തമാതുലോ, എന്നെ വീണ്ടതോ ആദത്തെ അച്ഛരോ. രക്ഷാദാനമോ ആദത്തമാതുലോ, എന്നെ വീണ്ടതോ ആദത്തെ അച്ഛരോ. കർത്തൻ സ്വന്തമായി കീർത്തിക്കും ഞാൻ നന്ദിയാൽ. കർത്തൻ സ്വന്തമായി എന്നെ തീർത്തതാൽ കീർത്തിക്കും ഞാൻ നന്ദിയാൽ. കർത്തൻ സ്വന്തമായി എന്നെ തീർത്തതാൽ കീർത്തിക്കും ഞാൻ നന്ദിയാൽ. ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ രാജ്യം വരണേ. ഓ ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ രാജ്യം വരണേ. കൂടാരമാകും നവമഭവന കൂട് വിട്ടു പറന്നു പോകും. കൈപ്പേണിയല്ല നിത്യഭവന കർത്താവ് ഒരുക്കുന്നു വിശ്വാസത്തോ. കൂടാരമാകും ഭൗമഭവന കൂട് വിട്ടു പറന്നു പോകും. കൈപ്പേണിയല്ല നിത്യഭവന കർത്താവ് ഒരുക്കുന്നു. ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ രാജ്യം. ഓ ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ രാജ്യം വരണേ. കുഞ്ഞാട്ടിൻ കല്യാണമടുത്തുവല്ലോ, കാത്തിരിക്കുന്ന വിശുദ്ധരേ. കർത്താവിൻ ഗംഭീരനാദം കേൾക്കുമ്പോൾ കർത്തനോടും കൂടെ പോകും ഞാൻ. കുഞ്ഞാട്ടിൻ കല്യാണമടുത്തുവല്ലോ, കാത്തിരിക്കുന്ന വിശുദ്ധരേ. കർത്താവിൻ ഗംഭീരനാദം കർത്തനോടു കൂടെ പോകും ഞാൻ. ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ രാജ്യം. ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ രാജ്യം. കാലം കഴിയും ഈ ലോകമഴിയും, കാൺമതെല്ലാം മാറിപ്പോയിടും. കർത്താവിൻ യുഗം വെളിപ്പെടുമ്പോ കാണും തിരുമുഖം നിത്യമായി. കാലം കഴിയും ഈ ലോകമഴിയും, കാൺമതെല്ലാം മാറിപ്പോയിടും. കർത്താവിൻ യുഗം വെളിപ്പെടുമ്പോ കാണും തിരുമുഖം നിത്യമായി. ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ. കർത്താവിൻ നാരാവിൽ നമ്മെ എടുത്തിടുമ്പോൾ കഷ്ടനഷ്ട ശോധനകൾ മാറിപ്പോയിടും. ഓ കർത്താവിന്റെ കാരമന്നു തുടച്ചിടുമ്പോ കണ്ണുനീരും വേദനയും തീർന്നു പോയിടും. കർത്താവിൻ നാരാവിൽ നമ്മെ എടുത്തിടുമ്പോ കഷ്ടനഷ്ട ശോധനകൾ മാറിപ്പോയിടും. ഓ കർത്താവിന്റെ കാരമന്നു തുടച്ചിടുമ്പോ കണ്ണുനീരും വേദനയും തീർന്നു പോയിടും. ഓ ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ രാജ്യം. ഓ ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ രാജ്യം.
കൈപ്പണിയല്ല നിത്യഭവനം കർത്താവ് ഒരുക്കുന്നു നമുക്കായി. ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ നിൻ രാജ്യം വരണേ. ഓ ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ നിൻ രാജ്യം. ഓ ആമേൻ കർത്താവേ ആമേൻ 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 ആമേൻ. ചൂടാരാധന ശുദ്ധര ബല ബല ദീപാവാമ വൈശാമാനവ ശുദ്ധര ബല ബല ദീപ ശൗഡര വൈശാമാന ശുദ്ധര ബല ബല ദീപാരാധന ശുദ്ധര ബല ബല ചൂടാരാധന ദീകാമാനവ ശമനാദന ശുദ്ധര ബല ബല ചുടര ബല 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 ശമനാദന ശുദ്ധൻ ശൗഡര വൈശാമാനേ ചുടരാരകന സന്ധാരാജ ദീകാമാന. രാത്രികാലം അല്പസമയം ആത്മാവിൽ ആരാധിച്ച ആരാധന ബന്ധനങ്ങൾ എടുത്തുമാറുക, ആരാധന കെട്ടുകൾ വിടുക, ആരാധന അലിഞ്ഞ് പുറപ്പുറത്ത് വീഴുന്ന മഞ്ഞുപോൽ ദൈവ സാന്നിധ്യം ഇറങ്ങുക. നീ അറിയാത്ത മേഖലകൾ നിനക്ക് വേണ്ടി ദൈവിക വഴികൾ തുറക്കപ്പെടുക, അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടുക, പ്രാർത്ഥനയുടെ മറുപടികൾ വെളിപ്പെടുക. അന്ധകാര ശക്തികൾ ഇരുളിന്റെ വ്യാപാരങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. ഓ ശരവലവവവ ഈടാരാധന ശുദ്ധര ബല ബല ദീപ ശൗഡര വൈശാമാനേ ഹസ്തമനാദന ദീക ശൗഡര. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആ ദൈവകരങ്ങൾ സമ്പൂർണ്ണമായി ഇന്ന് രാത്രികാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട്. ഹല്ലേലൂയ. ആ സ്വർഗീയ ശില്പിയെ കാണുവാൻ ഹാലു നമ്മുടെ കാതുകൾ വെമ്പുകയും ഇന്ന് രാത്രികാലം സന്തോഷത്തോടെ നമ്മുടെ കണ്ണുകൾ ഒരുമിച്ച് അടയ്ക്കാം. ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് പാടിയതുപോലെ കൂടാരമാകുന്ന എൻ്റെ ഭൗമ ഭവനം അഴിഞ്ഞു പോകും. ഹല്ലേലൂയ. കൈപ്പണിയല്ലാത്ത ആ നിത്യഭവനത്തിൽ ഞാൻ ചേരാറായി. ഈ ലോകത്തുള്ള സകലതും മായ പ്രിയരെ, ഒന്നുമില്ലാത്തവരായിട്ടല്ല ഇവിടേക്ക് വന്ന്, ഒന്നുമില്ലാത്തവരായിട്ട് ഇവിടം വിട്ട് പോകേണ്ട ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. രണ്ട് കാര്യങ്ങൾ മനുഷ്യൻ അറിയുന്നില്ല, നമ്മുടെ മരണവും കർത്താവിന്റെ വരവും. ഒരു വർഷത്തിൽ ഞാനിത് പറയാതെ പോയിട്ടില്ല. ഇന്ന് രാത്രികാലം ആ തിരിച്ചറിവ് നമ്മെ ഭരിക്കുമ്പോൾ നമ്മൾ ഓടിയത് അധ്വാനിച്ച് വൃഥാവായി തീരാതിരിക്കണമെങ്കിൽ ഇന്ന് രാത്രികാലം കർത്താവിനോട് പറ, നിത്യതയ്ക്ക് തടസ്സമായി എന്റെ ജീവിതത്തിലുള്ള കുറവിനോട് ഇന്ന് രാത്രികാലം ഞാൻ വിട പറയുക. ഓ രമനവനവന ഊഷാനവ. ആ ദൈവങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിച്ചു കൊടുത്താണ്. ഹല്ലേലൂയ. നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ വിണ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമോ എന്നല്ലെല്ലാം മാറിയിടുമേ. വിണ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമോ എന്നല്ലെല്ലാം മാറിയിടുമേ. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. വിണ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമോ എന്നല്ലെല്ലാം മാറിയിടുമേ. വിണ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമോ എന്നല്ലെല്ലാം മാറിയിടുമേ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തി. പ്രത്യാശയോ സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തി.
വിണ്ടുമി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുമേ. വിണ്ണയമാകും ശരീരം വിണ്ടുമി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുമേ. വിണ്മയമാകും ശരീരം വിണ്ടുമി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുമേ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ദിവസം നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രികാലം ആരെങ്കിലും ഭാരത്തോടെ വേദനയോടെ ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഒരു നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ ഹൃദയത്തെ സമർപ്പിച്ചു കൊടുത്താണ്. ഹല്ലേലൂയ. സന്തോഷം തരാത്ത ലോകത്ത്, ഹല്ലേലൂയ, സമാധാനം തരാത്ത ലോകത്ത്, ചതിവും വഞ്ചനയുമുള്ള ലോകത്ത്, ഹല്ലേലൂയ, നമ്മൾ ഈ ലോകം വിട്ടു പോകാറായി. നമ്മൾ നിത്യഭവനത്തിൽ ചേരാറായി. ഇന്ന് രാത്രികാലം പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ പുതുക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹൃദയം തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനി നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനി തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്കുന്നൊക്കെ വണ്ണം കൊടുക്കുവാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. നമ്മുടെ കർത്താവ് വരാറായി. പ്രത്യാശയോടെ ദൈവകരങ്ങളിലേക്ക് ഇന്ന് രാത്രികാലം നമ്മുടെ ഹൃദയത്തെ സമർപ്പിച്ചു കൊടുത്താണ്. ഹല്ലേലൂയ. വാനമേഘത്തിൽ കാലശബ്ദം മുഴങ്ങുമ്പോൾ ക്രിസ്തുവിൽ ഹല്ലേലൂയ വിശുദ്ധിയോടെ ജീവിച്ച് മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അതിനുശേഷം ജീവനോടെ ഇരിക്കുന്ന നമ്മ അവനോടുകൂടെ ചേർക്കപ്പെടുവാനിടെ. ഇന്ന് രാത്രികാലം നമ്മുടെ നിത്യം നഷ്ടപ്പെട്ടു പോകുന്ന ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. നിത്യതയാണ് നമ്മുടെ ലക്ഷ്യം. രാത്രികാലം സന്തോഷത്തോടെ ആ ദൈവകരങ്ങൾ സമർപ്പിച്ചാണ്. കാൽവരോട് സ്നേഹിക്കുന്ന നല്ല ദൈവമേ, നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട വൈകവേളയ്ക്കായ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട മിനിസ്ട്രിയിൽ ഹല്ലേലൂയ ഒരിക്കൽ കൂടി കർത്താവിനെ ഉയർത്തുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു, ആയുസ് തന്നു, ആരോഗ്യം തന്നു, ശബ്ദം തന്നു, കൃപകളെ തന്നു, ബലം നൽകി കർത്താവേ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങൾക്ക് ലഭിച്ചതിലൊന്നും ഞങ്ങൾ പുകഴാതെ പ്രശംസിക്കാതെ ക്രൂശിൽ പ്രശംസിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തരണം. ഞങ്ങളുടെ നിത്യം നഷ്ടപ്പെട്ടു പോകരുതപ്പ. രാത്രികാലം വിശുദ്ധിയോടെ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ സഹായിക്കണം. മനുഷ്യക്ക് ശക്തമായ നേതൃത്വം കൊടുക്കുന്ന ദേവദാസിക്കായി കുടുംബത്തിനായി സ്തോത്ര കർത്താവേ. രാത്രികാലം സ്വർഗം അനുഗ്രഹിക്കണമേ. രാത്രികാലം ഈ മീറ്റിംഗിലേക്ക് കർത്താവെ ഞങ്ങൾ ക്ഷണിച്ച വിനോയ് പാസ്റ്റർക്കായി കുടുംബത്തിനായി ശുശ്രൂഷകൾക്കായി സ്തോത്ര കർത്താവേ. ഞങ്ങളുടെ വിലപ്പെട്ട ദാസനെ ദൈവം അനുഗ്രഹിക്കണം, മാനിക്കണം, കൃപകളാൽ നിറയ്ക്കണം. ശക്തമായി ദൈവ ദിവസങ്ങൾ ഉപയോഗിക്കുന്നതിനായി സ്തോത്ര കർത്താവേ. രാത്രികാല കർത്താവേ, ദൈവനെ ശുശ്രൂഷിക്കുന്ന ശ്രേഷ്ഠ ദാസിക്കായി സ്തോത്ര കർത്താവേ. രാത്രികാലം ജീവന്റെ വചനം സ്വർഗത്തിലേക്ക് സ്ഥിരമായ മാറ്റമില്ലാത്ത തിരുവചന ശബ്ദം ഈ പ്ലാറ്റ്ഫോമിൽ മുഴങ്ങുമ്പോൾ ഇന്ന് രാത്രികാലം ഗുണീകരണത്തിന് മടങ്ങിവരവിടെ നിത്യതയോട് ഒന്നുകൂടി അടുപ്പിക്കുന്ന മണിക്കൂറുകളായി നിമിഷങ്ങളാക്കി സ്വർഗം മാറ്റണമേ. വചനത്തിനെതിരായി വ്യാപരിക്കുന്ന ഇരുളിന്റെ സകല ശക്തികളുടെ മേലും അന്ധകാരത്തിന്റെ ശക്തികളുടെ മേലും ഇന്ന് രാത്രികാലം ഞങ്ങൾ ഒരുമിച്ച് ജയമെടുക്കുക കർത്താവേ. ഇന്ന് രാത്രികാലം ഇരുൾ പിടിച്ച മേഖലകളുടെ മേൽ വെളിച്ചമായി 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 ജീവന്റെ വചനം ഇന്ന് രാത്രികാലം അത് പ്രവർത്തിക്കുന്ന ദൈവശക്തിക്കായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു കർത്താവേ. ആദ്യയുടെ അവസാനം കൃപയുടെ മറവിൽ മറച്ചാട്ട് ഇന്ന് രാത്രികാലം വേദനിപ്പിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവിക സൗഖ്യം വ്യാപരിക്കട്ടെ. രോഗികൾക്ക് സൗഖ്യമുണ്ടാകട്ടെ, പീഡിതർക്ക് സമാധാനമുണ്ടാകട്ടെ. ഇന്ന് രാത്രികാലം ദൈവവചനത്തിന്റെ ശക്തി ഹല്ലേലൂയ പാറയെ തകർക്കുന്ന ചുറ്റികയാകുന്ന ദൈവവചനം ഇന്ന് രാത്രികാലം ഹല്ലേലൂയോ ഈ പ്ലാറ്റ്ഫോമിൽ ഐശ്വര്യമായി വിളമ്പപ്പെടുവാൻ ദൈവം സഹായിക്കുന്നവൻ കൃപകൾക്കായി സ്തോത്ര കർത്താവേ. പ്രാർത്ഥനയാചനയും സ്വർഗം കേൾക്കുന്നതിനായി സ്തോത്രം. വേഗം വരാമെന്ന് അരുളി ചെയ്ത നസറനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചേർന്ന് പറഞ്ഞാട്ടെ ആമേൻ, ആമേൻ. മാറനാഥ, പ്രാണനാഥന്റെ വരവെടുത്ത് പ്രത്യാശയോട് കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. കർത്താവിന്റെ വരവ് താമസിച്ചാൽ വീണ്ടും കാണുമല്ലെങ്കിൽ വേഗ പ്രത്യക്ഷത്തിൽ കാണാം. നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും ഒരുമിച്ച് ഒരിക്കൽ കൂടി പ്രകാരം പറയാം. ഇന്ന് രാത്രികാല കർത്താവേ, എല്ലാറ്റിനേക്കാൾ ഉപരി ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. ഒരിക്കൽ കൂടി പറഞ്ഞാട്ടെ, എല്ലാറ്റിനേക്കാൾ ഉപരി ഇന്ന് രാത്രികാല കർത്താവേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. മാറാനാഥ, ദൈവം നമ്മെ ധാരാളമായി സഹായിക്കും. അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി കർത്താവിന് നന്ദി പറയുന്നു. ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ വാഴ്ത്തിപ്പാടുക. കർത്താവെ, ശ്രേഷ്ഠദാസന്മാരെ ദാസിയെ കർത്താവ് അനുഗ്രഹിച്ചല്ലോ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ഗ്രൂപ്പിൽ കടന്നു വന്ന് ആരാധന അർപ്പിച്ച സഹോദരങ്ങൾക്ക് ദൈവനാമത്തിൽ നന്ദിയും സ്നേഹം അറിയിക്കും. ഇനിയും നമുക്ക് ഒന്ന് രണ്ട് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ദൈവദാസിക്ക് സമയം കൊടുക്കും. ആദ്യമായി നമ്മുടെ ഗൂഗിൾ മീറ്റിനെ സമർപ്പിച്ച് നമ്മുടെ കടന്നു വന്ന കുടുംബങ്ങൾ എല്ലാം
സമർപ്പിച്ച് ഗ്രേസ് പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. രക്തത്താലും വചനത്താലും പരിശുദ്ധാത്മാവിനാലും കർമ്മേൽ പ്രയർ ഗ്രൂപ്പിലെ സകല കുടുംബങ്ങളെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കാൽവറി കൂടി ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഇടവാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ശനിയാഴ്ചയുടെ രാത്രിയുടെ ആമത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ, ഒരു മാസത്തിന്റെ അവസാന രാത്രിയുടെ ആമത്തി കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആണ്ടിന്റെ ആരംഭം കണ്ട് എത്രയോ ആയിരങ്ങൾ രോഗം കാണാതെ മരണം വഴിയായി ഭൂമിയുടെ മുത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ, അനേകായിരങ്ങൾ രോഗക്കിടക്കയിൽ അഭയം പ്രാപിച്ചപ്പോൾ കർത്താവേ, പാണ്ടിന്റെ ആരംഭം മുതൽ ഇന്ന് വരെയും യഹോവയുടെ ദൃഷ്ടി ഓരോ കുടുംബങ്ങളുടെ മേലും ഉണ്ടായിരുന്നു കർത്താവേ. നടത്തിയ എല്ലാ വിധങ്ങൾക്കായി കോടാനുകോടി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിന്നതല്ല കർത്താവേ, നീ ഞങ്ങളെ നിർത്തിയതാ കർത്താവ്. നേടിയതൊന്നുമില്ല കർത്താവേ, സകലതും അങ്ങ് തന്നതപ്പാ. സ്തോത്രം. അന്യാതരയാകും അർപ്പിപ്പാൻ പറഞ്ഞു തീരാത്ത ദാനത്തിന് നന്ദിയുള്ള ഹൃദയത്തോട് ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്ത് വരുന്ന കർത്താവേ, ഞങ്ങളെ തന്നെ ഇന്ന് രാത്രി ഏൽപ്പിച്ചു തരിക കർത്താവേ. അപ്പോ ഞങ്ങളുടെ ജീവിതത്തിന്റെ കുറവുകളെ അവിടുന്ന് ക്ഷമിക്കണമേ. ഞങ്ങളുടെ വാക്കുകൊണ്ട്, നോട്ടം കൊണ്ട്, ചിന്ത കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, കൊടുക്കൽ വാങ്ങലി വന്നു പോയ സകല കുറവും ഇന്ന് രാത്രി ക്ഷമിക്കണമേ, ക്ഷമിക്കണം. ഇന്ന് രാത്രി കർത്താവേ, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ഒരു രാത്രിയാക്കി ഞങ്ങൾക്ക് അവിടുന്ന് തന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം, സ്തോത്രം. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങൾ സ്വാഗതം ചെയ്യുക കർത്താവ്. മുട്ടോളോ മല്ലറിയോളമല്ല നീന്തി കടക്കാൻ കഴിയാത്ത പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി ഇന്ന് രാത്രി കാലം ഞങ്ങളുടെ മൺകൂടാരങ്ങളിൽ പകർന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. രണ്ടോ മൂന്നോ വരങ്ങയുടെ നാമത്തിൽ അവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ടെന്നല്ല ചെയ്ത കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവ് ഞങ്ങളെ ഇരുത്തണമേ കർത്താവേ. ആദ്യോടന്തം പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ചു കൊള്ളുമാറാകണമേ കർത്താവേ. ഇന്ന് കർമ്മേലി കയറി കർത്താവേ, എല്ലാ കുടുംബങ്ങളെയും അപ്പന്റെ പാദപീഠത്തിൽ പേര് പറഞ്ഞ് അനുഗ്രഹിച്ചു മുദ്രയിട്ട് പ്രാർത്ഥിക്കുക കർത്താവേ. സ്തോത്രം, സ്തോത്രം. പാട്ടുപാടിയ പ്രിയ ദൈവദാസനെ കുടുംബം അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച പ്രാർത്ഥിക്കുന്ന ആളുകളായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താണ് കർത്താവേ. ഇന്റെ മരുന്നുവാൽക്കാലം ഞങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ തക്കവണ്ണം സ്വർഗം കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം, സ്തോത്രം. ഇതൊന്നും ഞങ്ങളുടെ പദ്ധതികളല്ല കർത്താവേ, അങ്ങയുടെ ഹിതമാ കർത്താവേ. അങ്ങ് ഞങ്ങളെ മുന്നമേ കണ്ടതോർത്ത് നന്ദിയോടെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. അപ്പാ രാത്രി ഞങ്ങളുടെ ഓരോ അഭിഷിക്തന്മാരെയും കുടുംബമായി ഏൽപ്പിച്ച പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആയിരിക്കുന്ന രാജ്യങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കായിരിക്കുന്ന പട്ടണങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ നടക്കുന്ന സഭയാ കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രിയ കുടുംബങ്ങളെ ഏൽപ്പിക്കുന്ന തലമുറകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രപ്പാ, സ്തോത്രം. രാത്രി ഓരോ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടണം കർത്താവേ. നീർന്ന ഹൃദയവുമായി ഭാരത്തോടും വേദനയോടും കർത്താവേ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരോടെല്ലാം ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന. അക്ഷരം കൊല്ലും ആത്മാവ് ജീവിപ്പിക്കുന്ന ശുശ്രൂഷ ചെയ്തെടുക്കുക പ്രിയദാസി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവ്. ഓരോ വ്യക്തി ജീവിതങ്ങളോടും ഇന്ന് രാത്രി കാലം വചനത്തിൽ കൂടെ സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പൊ ഭാരത്തിലും വേദനയിലൊക്കെ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവ് ഞങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ദൈവമാ കർത്താവേ. ഓരോ പ്രിയപ്പെട്ടവരുടെ ഉള്ളങ്ങളുടെ നിലവാരം അറിഞ്ഞു കർത്താവ് അമ്മയെ ആശ്വസിപ്പിക്കും പോലെ ഇത് രാത്രി ആശ്വസിപ്പിക്കുമാറാകണം. രോഗികളായി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുടെ മേലെ കർത്താവെ അങ്ങയുടെ വചനത്തിന്റെ ശക്തി അയക്കുമാറാകണം കർത്താവെ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന കോവ കർത്താവെ. അപ്പൊ ഓരോ പ്രിയപ്പെട്ടവരെ തൊട്ട് സുഖപ്പെടുത്തണം കർത്താവ്. പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേക രോഗികളുണ്ട് കർത്താവെ. അവരെല്ലാം രാത്രി ദൈവത്തിന്റെ ആത്മാവ് തൊടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പച്ച വിവിധ രാജ്യങ്ങളിൽ നിന്ന് കയറിയ കുടുംബങ്ങളുണ്ട് കർത്താവെ. അപ്പ ഇന്ത്യയുടെ കാലാവസ്ഥയൊക്കെ അറിയുന്ന കർത്താവെ. അപ്പൊ ചാഴിയുടെ ഉറവുകളെ തുറന്ന കർത്താവെ. അപ്പച്ച ഒരു വെള്ളപ്പൊക്കോ ബുദ്ധിമുട്ടൊന്നും ആർക്കും ഉണ്ടാകല്ലേ. ഒരു ഭവനം നഷ്ടപ്പെടുവാൻ അനുവദിക്കല്ലേ. ഒരു നെറ്റിന്റെ ഇഷ്യൂ ഉണ്ടാകുവാനിടയാക്കല്ലേ. അപ്പച്ച സൂമുകളിൽ, ഗൂഗിൾ മീറ്റുകളിൽ കർത്താവെ, ഫേസ്ബുക്കുകളിൽ, യൂട്യൂബുകളിലൊക്കെ നടക്കുന്ന എല്ലാ സുവിശേഷ വേലകളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ. അപ്പ ഇന്ന് രാത്രി കാലം കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ കർത്താവെ അപ്പ ഞങ്ങൾ ഒരുമിച്ച് കാഹളമൂത്തുമ്പോൾ എരിഹോമിന്റെ മതിലുകൾ തകർന്നു വീഴുവാൻ തക്കവണ്ണം ഇന്ന് രാത്രി സഹായിക്കണം. ഏതൊക്കെ പ്രാർത്ഥനാ വിഷയങ്ങളുമായി പ്രിയമക്കളായിരിക്കുന്നു അപ്പ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിൽ കൂടെ അവരെ സന്ദർശിക്കണം, തൊടുമാറാകണം. നാളെയുടെ ദിവസം അഭികരിക്കാൻ കഴിയാതെ ഭാരമേറിയ വിഷയങ്ങളുമായി ആരോടും പറയാതെ കർത്താവെ അപ്പച്ച
ഹന്നായെ പോലെ ഹൃദയം ദൈവസന്നിധി പകർന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. അവരോട് ദൈവം ഇടപെടണമേ കർത്താവെ. അപ്പ ഒരമ്മയെ ആശ്വസിപ്പിക്കും പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ കർത്താവെ. അപ്പൊ ഇന്ന് രാത്രി കാലം തന്ന എല്ലാ കൂട്ടായ്മകൾക്കായി സ്തോത്രം. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെ ഈ സ്തോത്രത്തോടൊപ്പന്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പൊ അഭിനോയ് പാസ്റ്ററെ കുടുംബമായി ഏൽപ്പിച്ച പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങളെ ഏൽപ്പിക്കുക കർത്താവെ. ഞങ്ങൾക്ക് തരുന്ന എല്ലാ കരുതലിനും സപ്പോർട്ടിനും സ്നേഹത്തിനും കർത്താവ് ഇരട്ടി പ്രതിഫലം കൊടുത്ത് മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. 5 മാസക്കാലം നടത്തിയ ദൈവമേ, 6-ാം മാസം എന്റെ ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ. 5 മാസം പ്രാർത്ഥിച്ചു വെച്ച എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളിലും വിവിധ മാധ്യമങ്ങളിൽ കൂടിയൊക്കെയും വിവിധ സൂമുകളിലൊക്കെ കർത്താവെ പ്രിയപ്പെട്ടവർ പ്രാർത്ഥിച്ചു വെച്ച എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളിലും വരും മാസം വലിയ ദൈവത്തിന്റെ മറുപടികൾ കണ്ട് സന്തോഷിപ്പാ യഹോവയാൽ ഉണ്ടാക്കിയ ദിവസം കർത്താവെ ഞാൻ വലിയ കാര്യങ്ങളെ കണ്ട് സന്തോഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമേ. അടിയനെ സമ്പൂർണമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. ഞാനൊന്നുമായിട്ടില്ല, ഏതുമില്ല സമ്മതിക്കുന്നു കർത്താവ്. അങ്ങയുടെ കയ്യിലെ കളിമണ്ണ് പോലെ അവിടുന്ന് എന്നെ പണിയുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പാ സ്തോത്രം സ്തോത്രം. ഇന്ന് രാത്രി അല്പസമയം അങ്ങയുടെ പാദപീഠത്തിൽ ഇരിക്കട്ടെ കർത്താവെ. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെ സ്തോത്രത്തോടൊപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥി. എല്ലാ കുടുംബങ്ങളെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അങ്ങയുടെ മണ്ണിൽ ഇരുന്നു കൊണ്ട് നിറഞ്ഞ മനസ്സോടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം സ്തോത്രം സ്തോത്രം. സകലത് കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം. പ്രാർത്ഥിച്ചാം. സഹോദരിയെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനിയും നമുക്ക് നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട നാടായ കേരളത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. വീണ്ടും ഒരു 2018 ആവർത്തിക്കാതിരിക്കുവാൻ സംഭവിക്കുവാൻ ദൈവം ഒരിക്കലും ഇടവരുത്തരുത്. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസം നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു അഭിഷിക്തൻ നമ്മുടെ നാട്ടിലെ വെക്കേഷന് വേണ്ടി ഹരിപ്പാട്, എന്റെ നാടായ ഹരിപ്പാട് കടന്നു വന്നു. എന്നാൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ മോൻ സ്റ്റീവ് ചൂണ്ടയിടാനായിട്ട് മീൻ പിടിക്കാൻ പോയി. അവൻ നിന്ന സ്ഥലം ഇടിഞ്ഞു വീണിട്ട് അവൻ ഒഴുക്കിൽപ്പെട്ടു മരണം സംഭവിച്ചു. ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ വിഷയങ്ങളെ ഓർത്ത് മോനിഷ പ്രാർത്ഥിച്ചാട്ടെ. സുജയശ്രീ പ്രാർത്ഥിച്ചോ? മോനിഷ തൊണ്ടയ്ക്ക് വേദനയാണ്. ദിവസത്തിനായി സ്തോത്രം കർത്താവെ. എന്റെ മക്കളായി ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ സൂമിലേക്ക് കടന്നു വന്നു. പാടുവാൻ ഞങ്ങൾക്ക് കൃപ തന്നതിനായി സ്തോത്രം കർത്താവെ. പ്രാർത്ഥിപ്പാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. പാടുവാൻ ദൈവാസിനെ കർത്താവ് ബലപ്പെടുത്തി. കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ കർത്താവെ, അനുഗ്രഹപ്പെട്ട് വർഷിപ്പ് നടത്തുവാൻ കർത്താവ് ഇടയാക്കി. അവർ ധാരാളമായി അനുഗ്രഹിക്കണമേ. അവരായിരിക്കുന്ന ദേശങ്ങൾ കർത്താവെ അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കും കർത്താവെ. കർത്താവെ ഈ ഗ്രൂപ്പിനെ കർത്താവെ നയിക്കുന്ന അതിന്റെ അഡ്മിനായി ദൈവാസിയെ അനുഗ്രഹിക്കണമേ. ഇന്ന് കർത്താവെ കർത്താവെ ഇതിനെ ലീഡ് ചെയ്യുന്ന ദൈവാസിയെ അനുഗ്രഹിക്കണമേ. പ്രത്യേകം അതിന്റെ പ്രാർത്ഥന വിഷയം നമ്മുടെ കേരളത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ ദൈവമേ. ഇന്ത്യ മഹാരാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ ദൈവമേ. ചില കേരളത്തിൽ കർത്താവെ 2008 പോലെ സംഭവിക്കാതെ കർത്താവെ ദൈവം അത്ഭുതപരമായി കാക്കണമെന്ന് അപേക്ഷിക്കും. മഴക്കാലത്ത് കരുതി ആരുടെയും ജീവിതത്തിൽ ഭാരമായി തീരാതെ കർത്താവെ എല്ലാവരെയും ദൈവം സുരക്ഷിതമായി സൂക്ഷിക്കണമെന്ന് അപേക്ഷിക്കും കർത്താവെ. ദൈവരാജ്യത്തിന്റെ പ്രവർത്തികൾക്ക് ഒന്നും തടസ്സമായി തീരുവാൻ അനുവദിക്കല്ലേ എന്ന് അപേക്ഷിക്കും കർത്താവെ. അനേകരെ മാറ്റി പാർപ്പിക്കുമ്പോൾ അനേകർ ഭവനരഹിതമായി തീരുമ്പോൾ അനേകർ ജലപ്രളയത്താൽ അനേക പ്രശ്നങ്ങളാൽ പാരപ്പെടുമ്പോൾ കർത്താവെ അനേക പകർച്ചവ്യാധി ഇതിന് ശേഷം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കർത്താവെ. അതിനെല്ലാം ദൈവജനത്തെ ദേശത്തെ ഞങ്ങളുടെ കേരളത്തെ സൂക്ഷിക്കണമേ. അതിന്റെ ഭരണാധികാരികളെ അതിനെ നയിക്കുന്ന എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കും. കേരളം ഒരു ദൈവത്തിനായി പിടിക്കപ്പെട്ട രാജ്യമായി തീരുവാൻ സ്ഥലമായി തീരുവാൻ സഹായിക്കണമേ. ഇന്ത്യ മഹാരാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കും. അതിന്റെ ഭരണാധികാരികളെ എല്ലാവരും ആളാം പ്രതി പേര് വരെ ഓർത്ത് പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ ഹിതം പോലെ ദൈവം എല്ലാവരും നയിക്കണമെന്ന് നിങ്ങൾ അപേക്ഷിക്കുകയാണ് കർത്താവെ. ദൈവസ്ഥലിലേക്ക് ഞങ്ങൾ കടന്നു വന്ന കർത്താവ് സമയൊരുക്കത്താൽ കർത്താവെ ഇന്ന് വചനം ശുശ്രൂഷിക്കുന്ന ദൈവാസിനെ കർത്താവെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ദൈവാസിയെ കർത്താവെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ വചനം ശുശ്രൂഷിക്കാൻ ദൈവാസിയെ ബലപ്പെടുത്തണമെന്ന് അപേക്ഷിക്കും കർത്താവെ. ദൈവാസിയെ അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കും. കേടുപെടുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ഇടിയാക്കണമെന്ന് അപേക്ഷിക്കുന്നു. വചനം കേട്ട് ഞങ്ങൾ തന്നെ കർത്താവ് ഒരു വഴി നിത്യതയിലേക്ക് ഒരുക്കുവാൻ കർത്താവ് ഇടിയാക്കണമെന്ന് അപേക്ഷിക്കും കർത്താവ്. ഏതാത്മാവിൽ വചനം എഴുതപ്പെട്ട അതേ ആത്മാവിൽ സംസാരിപ്പാൻ ദൈവാസിയെ നീ ബലപ്പെടുത്തണമെന്ന് അപേക്ഷിക്കും കർത്താവെ. കൂടപ്പെട്ട എല്ലാവരെയും ഒരു പ്രാവശ്യം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിത്താവെ. പ്രത്യേക കാലാവസ്ഥ കെടുത്തിൽ ആർക്കും ഭാരമായിട്ടില്ലേ അവിടെ ആയിത്തീർന്നിട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തി അവിടെ ആയിത്തീർന്നിട്ട് കർത്താവ് ദൈവശക്തി വ്യാപരിക്കണം. രോഗികൾ വിടുവിക്കപ്പെടുവാൻ കർത്താവ് കടഭാരം മാറുവാൻ കർത്താവ് ഭാരങ്ങളുള്ളവർക്ക് കൊട്ടവിഴിഞ്ഞവരായി തീരുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉയർത്തിൽ നിന്ന് വെളിപ്പെടണമെന്ന് അപേക്ഷിക്കും കർത്താവെ. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായി തീരുവാൻ ദൈവത്തിന്റെ വചനം ആത്മാവിൽ ക്രിയ ചെയ്യുവാൻ കർത്താവ് മനുഷ്യ ശരീരങ്ങൾ കർത്താവ് ഹൃദയങ്ങളെ തുളച്ചേരുന്ന ദൈവശക്തി അരേറെ വ്യാപരിച്ച് കർത്താവ് ദൈവ വിടുതൽ വ്യാപിപ്പാൻ കർത്താവ് യാക്കണമെന്ന് അപേക്ഷിക്കും കർത്താവ്. എല്ലാ വിഷയം ക്രിസ്ത്യനിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങൾ ദൈവസ്ഥാനിലായിരിക്കും സാന്നിധ്യബോധത്തോടും ദൈവകൃപയോടും ഞങ്ങളെ ആയിരിക്കാൻ സഹായിക്കും. പരിശുദ്ധാത്മാവിന്റെ കൃപയിലായിരിക്കാൻ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവ്. ഞങ്ങളെ പ്രാർത്ഥന യേശുവിനാൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. ഇനിയും നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷയ്ക്കായിട്ട് സമയം കൊടുക്കാം.
അതിനായി സിസ്റ്റർ റീന ചെറിയാനെ സ്നേഹത്തോടെ ആദരവോടെ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവെ സ്തോത്രം, സ്തോത്രം. കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട വചനവുമായി കർത്താവെ നിൽക്കുമ്പോൾ കർത്താവിന്റെ വചനവാതിൽ തുറന്നു കർത്താവെ ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളെ എല്ലാത്തിനു വേണ്ടി ഒരുക്കുമാറാകണമേ. മനുഷ്യ ശബ്ദമല്ല കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ ഇമ്പസ്വരങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തോടെ ആദരവോടെ സിസ്റ്ററിനെ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യും. Praise the Lord. Hallelujah. സ്തോത്രം. ഈ വൈകവേളയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവത്തിന്റെ സന്നിധി കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യം തന്ന വൻകൃപയ്ക്കായി ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ആദ്യമായിട്ട് എന്നെ ഈ മീറ്റിംഗിലേക്ക് പരിചയപ്പെടുത്തിയ ആമേൻ, ഞാൻ ഏറെ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന ദേവദാസൻ ബിനോയ് പാസ്റ്റർ, ആമേൻ, ഇതിനൊരു അവസരം തന്ന ഗ്രേസി സിസ്റ്റർ, ഇന്ന് ലീഡ് ചെയ്ത ദേവദാസി, അതുപോലെ ആമേൻ ജോജി പാസ്റ്റർ, ഹെപ്സിബ സിസ്റ്റർ, ഞങ്ങൾക്ക് പല സൂം മീറ്റുകളിൽ ഒന്നിച്ച് ശുശ്രൂഷിപ്പാൻ ദൈവം പല അവസരങ്ങൾ തന്നു. സകല മഹത്വം അപ്പന് കടന്നു വന്ന എല്ലാവർക്കും, എന്നെ സ്നേഹിക്കുന്ന ആമേൻ സ്തോത്രം, ഞങ്ങളുടെ ചർച്ചിലുള്ളവരുണ്ട്, എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. സ്തോത്രം. ഇന്നത്തെ ദൈവം തന്നിരിക്കുന്ന വചനത്തിലേക്ക് കടക്കുന്നു. സമയത്തിനകത്തിൽ തന്നെ ഞാൻ നിർത്താം, അതിനാരും ഭാരപ്പെടരുത്. സ്തോത്ര. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ദൈവം തന്നിരിക്കുന്ന വചനം വിശാലത എന്ന വിഷയം. വിശാലത പ്രാപിപ്പാൻ നാം എന്തു ചെയ്യണം? വിശാലത ആർക്ക് ലഭിക്കും? ആമേൻ സ്തോത്രം. ദൈവം തന്ന സമയത്തിനുള്ളിൽ ഈ ചിന്ത ആമേൻ നിങ്ങളുമായി ഷെയർ ചെയ്ത് ദൈവസന്നിധിയിൽ താണിരിപ്പാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 18:36 വാക്യം, ഞാൻ കാലടി വെക്കേണ്ടതിന് നീ എനിക്ക് വിശാലത വരുത്തി. സ്തോത്രം. ആമേൻ. ദാവീദിന്റെ ആമേൻ സങ്കീർത്തനമാണത്. ദാവീദ് പറയുന്നുണ്ട്, ശൗലിനെ ഭയന്നോടിയപ്പോൾ അപ്പാ എനിക്കും മരണത്തിനും മധ്യേ ഒരടി അകലം മാത്രമേ ഉള്ളൂ, അടുത്ത കാലടി വെക്കാൻ ഞാൻ സ്ഥലം കാണുന്നില്ല. ആമേ സ്തോത്രം. അപ്പോൾ ദാവീദ് പറയുക, അതിന്റെ നടുവിലും കാലടി വെക്കുവാൻ എന്റെ ജീവിതത്തിൽ വിശാലത വരുത്തിയ ഒരു ദൈവം. ഹല്ലേലൂയ. വിശ്വസിക്കാമോ ഈ രാത്രിയിൽ? ആമേൻ. ഹല്ലേലൂയ. പലപ്പോഴും നാമും ഇതുപോലെ ആമേൻ അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വെക്കും? മുന്നോട്ട് എനിക്ക് വിശാലതയില്ല, ആമേൻ, അടുത്ത വഴി ഞാൻ കാണുന്നില്ലെന്ന് പറഞ്ഞ് ദാവീദിനെ പോലെ ദൈവസന്നിധിയിൽ നിലവിളിച്ചപ്പോൾ കാലടി വെക്കാൻ വിശാലത വരുത്തിയ ഒരു അപ്പനുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൈവ പൈതലേ, നാളെയും നിന്റെ വിഷയത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ മുന്നോട്ടുള്ള വഴി കാണിച്ചു തരുന്ന, ഞെരുക്കത്തിൽ നിന്ന് വിശാലത വരുത്തുന്ന ഒരു ദൈവത്തെ നീ മുറുകെ പിടിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ആർക്കൊക്കെ ജീവിതത്തിൽ വിശാലത ലഭിക്കും? നമുക്ക് ആമേൻ എല്ലാവർക്കും പരിചിതമായ ഒരു വ്യക്തിയാണ് യബ്ബേസ്. 1 ദിനവൃത്താന്തം 4-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ 2 ഇടത്ത് യബ്ബേസിന്റെ പേരുകൾ പറയുന്നുണ്ട്. പിന്നെ അധികം എങ്ങും പരാമർശിച്ചിട്ടില്ല. 1 ദിനവൃത്താന്തം 4:9, രണ്ടാമത് 1 ദിനവൃത്താന്തം 2:55 പറയുന്നു, ഒറ്റ വാക്യമേ ഉള്ളൂ, യബ്ബേസിൽ പാർത്തു വന്ന ശാസ്ത്രിമാരുടെ കുലങ്ങളാണിത്. ആമേൻ സ്തോത്രം. അതിനപ്പുറം ഒരു യബ്ബേസിനെ പറ്റി ഒരു എക്സ്പ്ലനേഷനും ബൈബിളിൽ കാണുന്നില്ല. സ്തോത്രം. ആമേൻ. ഏതായാലും ഒരു കാര്യം ഉറപ്പാ, ശാസ്ത്രിമാരുള്ളായിരുന്ന ഒരു ഹല്ലേലൂയ സ്ഥലമായ യബ്ബേസ്. ആ പേരിലാണ് ഒരു വ്യസനപുത്രനായ യബ്ബേസ് ഉണ്ടായത്. ഹല്ലേലൂയ. വ്യസനപുത്രനായിട്ടുണ്ടായാലും ആമേൻ സ്തോത്രം, യബ്ബേസ് ചില കാര്യങ്ങൾ ചെയ്തു. ആമേൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, അമ്മയ്ക്ക് അവൻ വ്യസനപുത്രനാ. ആമേൻ സ്തോത്രം. പല മാതാക്കൾക്ക് ഇന്ന് തലമുറ വ്യസനപുത്രന്മാരായി ജനിച്ചുവെന്ന് നീ ചിന്തിക്കുമ്പോൾ ദൈവം പറയുക, നിന്റെ തലമുറയെ ഹല്ലേലൂയ ആ അവസ്ഥയിൽ നിന്ന് മാറ്റി വിശാലതയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവ സർവശക്തനാകട്ടോ. ഒരു പക്ഷേ മാതാവ് കരയുന്ന കരച്ചിൽ യബ്ബേസ് കണ്ടിരിക്കാം, ഇല്ലേ? ജനിച്ചപ്പോൾ മുതൽ ഹല്ലേലൂയ മുല കൊടുക്കുമ്പോൾ മുതൽ ആ അമ്മ കുഞ്ഞിനെ എടുത്തു കരയുന്ന കരച്ചിൽ ആ കണ്ടിരിക്കാം. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, അതുകൊണ്ട് യബ്ബേസ് കരഞ്ഞത് ദൈവത്തോട്. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മുടെ പാരന്റ്സിന് ഒരു പങ്കുണ്ട്.
ഹല്ലേലൂയ. ദൈവമക്കളെ, മോശെ ഹല്ലേലൂയ വളർത്തിയത് ആരാന്നറിയാം? ആദ്യത്തെ ചില മാസങ്ങൾ. ഹല്ലേലൂയ. പിന്നെ മുല കുടിക്കുന്നത് വരെ അമ്മ വളർത്തി. അപ്പോഴെല്ലാം കിട്ടിയ സമയം ഹല്ലേലൂയ അവൻ ആരാന്ന് അമ്മ വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടിരുന്നു. യേശുവിൻ നാമത്തിൽ. യെബേസ് പിന്നീട് പ്രാർത്ഥിക്കുന്നതേ കാണുന്നുള്ളൂ. അമ്മയ്ക്ക് വ്യസനപുത്രൻ എന്ന് പറയുന്നു. യെബേസ് എന്ന വാക്കിന്റെ അർത്ഥം വേദന ഉളവാക്കുന്നവൻ അല്ലെങ്കിൽ വ്യസനപുത്രൻ. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷെ വ്യസനപുത്രനായി ജനിച്ച യെബേസ്, ആമേൻ ആമേൻ, മറ്റുള്ളവരുടെ നടുവിൽ, ഹല്ലേലൂയ, സഹോദരന്മാരുടെ നടുവിൽ അവൻ മാന്യനായിരുന്നു. ആമേൻ, സ്തോത്രം. ഒരു വശത്ത് വ്യസനപുത്രനായി ലോകം കാണുമ്പോൾ മറു സൈഡിൽ അവൻ മാന്യൻ. ഹല്ലേലൂയ, ദൈവവുമായിട്ട് അടുത്ത് ബന്ധമുള്ളവൻ. അതുകൊണ്ടാണല്ലോ യെബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട് അപേക്ഷിക്കാൻ തയ്യാറായത്. ആമേൻ. അവിടെ ആ ഒറ്റ പാരഗ്രാഫിലേ ഉള്ളൂ യെബേസിനെ പറ്റി. യെബേസ് തന്നെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവന്റെ അമ്മ, ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവനെ യെബേസ് എന്ന് പേരിട്ടു. എല്ലാ കുഞ്ഞുങ്ങളെ അങ്ങനെയാ ഇല്ലേ? ബാക്കി കുഞ്ഞുങ്ങളുടെ പേരിൽ എന്തുകൊണ്ട് പറഞ്ഞില്ല? പക്ഷെ ജനനം മുതലേ എന്തോ സംതിങ് ഹല്ലേലൂയ വ്യസനിപ്പിക്കുന്നത് ആ കുഞ്ഞിനുണ്ടായിരുന്നു. ആമേൻ, സ്തോത്രം. അത് മനസ്സിലാക്കിയ യെബേസ്, ഇനി ഞാൻ എന്റെ അമ്മയ്ക്ക് ഒരു വേദനയാകല്ലോ, എന്റെ അമ്മയ്ക്ക് ഞാനൊരു ഭാരമാകല്ലോ, ഇനി എന്റെ അമ്മ എന്നെ കുറിച്ച് കണ്ണീര് കുടിക്കല്ലെന്ന് പറഞ്ഞ് അവൻ എവിടെ പോയി? നേരിട്ട് തമ്പുരാന്റെ അടുത്ത്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ രാത്രിയിൽ വ്യസനമെന്ന് നീ ചിന്തിക്കുന്ന വിഷയമായി നേരിട്ട് അപ്പന്റെ അടുത്തൊന്ന് പോകാൻ തയ്യാറാകാമോ? ഹല്ലേലൂയ. ലോകം നിന്നെ നോക്കി നീ ഒരു വ്യസനമാണെന്ന് ചിന്തിക്കട്ടെ. പക്ഷെ ദൈവം പറഞ്ഞു, നീ തമ്പുരാന്റെ അടുത്ത് ചെന്ന് ഒന്ന് കരയാൻ തയ്യാറാകും. ലോകത്തിന്റെ വിധിയെ നിനക്ക് വേണ്ടി മാറ്റി എഴുതുന്ന ഒരു സർവശക്തൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, ആമേൻ. യെബേസ് 10-ാം വാക്യത്തിൽ, ആമേൻ, യെബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു എന്നപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം നൽകി. ഒരു വിശാലതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച യെബേസ് ഒന്ന് തമ്പുരാനോട് പറഞ്ഞു, അപ്പ നീ എന്നെ നിശ്ചയമായിട്ട് അനുഗ്രഹിച്ചേ പറ്റൂ. ആമേൻ. രണ്ടാമത് പറഞ്ഞു, എന്റെ അതിരൊന്ന് വിസ്താരമാക്കണം. മൂന്നാമത് പറഞ്ഞു, അങ്ങയുടെ കൈ എന്നോട് കൂടെ വേണം. നാലാമത് പറഞ്ഞു, അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ എന്നെ കാക്കണം. ഹല്ലേലൂയ. ഈ 4 കാര്യം സ്പെസിഫിക് ആയിട്ട് പ്രാർത്ഥിച്ചപ്പോൾ അവൻ അപേക്ഷിച്ചതിനെ ദൈവം നൽകി. ആമേൻ, സ്തോത്രം. ഇന്നു രാത്രിയിൽ ദൈവമക്കളെ, ഒരു വിശാലതയ്ക്ക് വേണ്ടി, അപ്പ എനിക്കൊരു വിശാലത വേണം, ഞാൻ അപേക്ഷിക്കുന്നു. അങ്ങയുടെ കരമുണ്ടെങ്കിലേ എനിക്ക് വിശാലത പറ്റൂ, അങ്ങയുടെ കൈ എന്റെ കൂടെ ഉണ്ടെങ്കിലേ എനിക്ക് വിശാലത പറ്റൂ, അങ്ങനെ അനുഗ്രഹിച്ചാലേ എനിക്ക് വിശാലത പറ്റൂ. ഇന്നൊന്ന് സ്പെസിഫിക് ആയിട്ട് പ്രാർത്ഥിക്കാൻ തയ്യാറാകാമോ? ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തും യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ചിലരുടെ കൂടാരങ്ങളിൽ തമ്പുരാൻ ഇറങ്ങാൻ പോവാം. ആമേൻ, ഹല്ലേലൂയ. യെബേസ് പ്രാർത്ഥിക്കുന്നത് പോലെ ചില വ്യസനത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി സ്വർഗത്തിലെ അപ്പൻ ഇറങ്ങാൻ പോവാന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ച് പറയുമോ? ആശാ ബദൽ ബാംഗ്ലൂർ ദൈവാത്മാവ് പറയുന്നു, വ്യസനത്തോടെ പ്രാർത്ഥിക്കുന്ന ചില വിഷയം. ആമേൻ, സ്തോത്രം. ആമേൻ. വ്യസനത്തോടെ നീ നോക്കി നിന്ന് കരയുന്ന ചില വിഷയം, ഭവനാന്തരീക്ഷവുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയം തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നു. അപ്പ നീ എന്നെ ഇതിന്റെ മേൽ നിശ്ചയമായിട്ടൊരു മറുപടി തന്നേ മതിയാവും. ദാസിയെ, നിശ്ചയം എന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിക്കുന്നതിന് തമ്പുരാൻ പറയുക, യെബേസ് അപേക്ഷിച്ചതിനെ കൊടുത്തതുപോലെ ഈ ദിവസങ്ങളിൽ നിനക്ക് വേണ്ടി ചില മറുപടിയുമായി തമ്പുരാൻ നിന്റെ അടുക്കൽ വരികയാണെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഭാരപ്പെടേണ്ട കേട്ടോ. ചില വ്യസനങ്ങൾ ദൈവം മാറ്റാൻ പോകും.
ചില ചോദ്യങ്ങൾ ദൈവം തീർക്കാൻ പോവാം. ഭവനാന്തരീക്ഷത്തിൽ ദൈവപ്രവർത്തി നടക്കുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു. യേശുവിൻ നാമത്തിൽ ജയം. ആമേൻ. അപ്പൊ അതിർ വിസ്താരമാകുന്നത് ആർക്കാ? ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർക്ക്, ദൈവത്തോട് അപേക്ഷിക്കുന്നവർക്ക്. എന്റെ ജീവിതം ഇങ്ങനായി പോയല്ലോ എന്ന് പറഞ്ഞ് നിരാശയോട് ഒതുങ്ങിയില്ല. എന്റെ അമ്മയ്ക്ക് ഞാനൊരു വ്യസനപുത്രനാണല്ലോ, വ്യസനപുത്രി ആണല്ലോ എന്ന് പറഞ്ഞ് നിരാശയോടെ നിന്നില്ല. എബ്ബേസ് തയ്യാറായി കേട്ടോ. വിശാലത വേണ്ടായോ? വേണമെന്നേ. ആത്മീയത്തിൽ ഒരു വിശാലത വേണ്ടായോ? ഭൗതിക വിഷയത്തിന് മേലൊരു വിശാലത വേണ്ടായോ? തലമുറയുടെ വിഷയത്തിന് മേലൊരു വിശാലത വേണ്ടായോ? അപ്പനോടൊന്ന് അപേക്ഷിക്കുക. ദൈവം ഇന്ന് രാത്രി ചിലത് ചെയ്യാൻ പോവാം. അലക്സ് ശാമുവൽ ദൈവമെന്നോ പറയുന്നു. ഹല്ലേലൂയ. തലമുറകൾക്ക് വേണ്ടി ചില വിശാലത ദൈവം അയക്കും യേശുവിന്റെ നാമത്തിൽ. മൂടപ്പെട്ട ചില മണ്ഡലങ്ങൾ, ആമേൻ, അവകാശങ്ങളെ മൂടിയത് ഇന്ന് പലക്കാലം ദൈവം മടക്കി തരും കേട്ടോ. വിശ്വസിക്കുക. എബ്ബേസ് അപേക്ഷിച്ചതുപോലെ ഒരു അതിരിന്റെ വിസ്താരത്തിന് വേണ്ടി തമ്പുരാൻ പറയുന്നു, നീ ഒന്ന് യാചിക്കുക, നീ ഒന്ന് അടുത്തുക. ദൈവം നിനക്ക് വേണ്ടി ചിലത് വിശാലത കൽപ്പിച്ചാക്കിയിരിക്കുകയോ. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കാമോ ദാസനെ? അലക്സ് ശാമുവൽ. ഹല്ലേലൂയ. ആമേൻ. ദൈവകരങ്ങളിൽ ഒന്ന് ഏൽക്കുക. ആമേൻ. ഹല്ലേലൂയ. ദൈവപ്രവൃത്തി നടക്കും. യേശുവിന്റെ നാമം ജയം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ എബ്ബേസ് അപേക്ഷിച്ചതുപോലെ അപേക്ഷിക്കാൻ തയ്യാറായാൽ വിശാലത തരുന്ന ഒരു ദൈവം. ആമേൻ. സ്തോത്രം. അടുത്തതായിട്ട് സ്തോത്രം 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യം. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആമേൻ. സ്തോത്രം. പ്രവാചക ശിഷ്യന്മാർ ഏലിശയെ വിളിച്ചുകൊണ്ട് അവർ പാർക്കുന്ന സ്ഥലം ഇടുക്കം, അവർക്കൊരു വിശാലത വേണം. അതിന് ആമേൻ യോർദാങ്കൽ ചെന്ന് മരം മുറിക്കാൻ കടന്നുപോയ അവസ്ഥ. സ്തോത്രം. അവർ ഒരു കാര്യം ചെയ്തു. എന്തുവാ? പോയപ്പോ ഏലിശയെ കൂടെ കൊണ്ടുപോയി. ഹല്ലേലൂയ. ഏത് വിഷയത്തിന് പോകുമ്പോഴും തമ്പുരാനെ കൂടെ നിർത്തിയാൽ ദൈവം പറയുക, പരാജയമെന്ന് തോന്നുന്നിടത്ത്, നഷ്ടമെന്ന് തോന്നുന്നിടത്ത് നഷ്ടത്തെ മടക്കി തരുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. അവർ പാർക്കുന്ന സ്ഥലം എടുക്കാം. യേശുവിന്റെ നാമത്തിൽ പാർക്കുന്ന സ്ഥലത്തെ ചില ഇടുക്കം, ഭവനത്തിലെ ചില ഇടുക്കം മാറ്റാൻ ഹല്ലേലൂയ ദൈവം പറയുക ഇന്നു രാത്രി വന്നിട്ടുണ്ട്. പക്ഷെ നീ ചെയ്യേണ്ട ചില കാര്യങ്ങൾ അതിൽ വ്യക്തമായിട്ടുണ്ട്. ഒന്ന്, ദൈവത്തെ കൂട്ടുപിടിച്ചോണം. ഏതിനും ഏത് കാര്യം തുടങ്ങുമ്പോഴും ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പയുടെ കയ്യിൽ ഏൽപ്പിക്കണം. ആമേൻ. സ്തോത്രം. ആമേൻ. അതുപോലെ ഏലിശ കൂടെ പോയി. അവരെവിടെ ചെന്നു? യോർദാങ്കലെത്തി. അവിടെ മരം മുറിച്ചു. വ്യക്തമായിട്ടുണ്ട്. ആമേൻ. സ്തോത്രം. മരം മുറിക്കുമ്പോൾ ഒരുവന്റെ കോടാലി ഊരി വെള്ളത്തിൽ വീണു. ദൈവമക്കളെ, മാനുഷികമായ നിലയിൽ ഇരുമ്പ് വെള്ളത്തിൽ വീണാൽ പൊങ്ങി വരികയില്ല. സ്തോത്രം. ആമേൻ. പക്ഷെ ദൈവത്തെ നീ കൂടെ കൊണ്ടുപോയാൽ ഏത് കലങ്ങുന്ന യോർദാൻ ആണേലും അവിടെ നിന്ന് ഇരുമ്പ് പൊങ്ങി വരും. യേശുവിൻ നാമജയം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇരുമ്പ് പൊങ്ങി വരണ്ടേ? നഷ്ടപ്പെട്ട ചിലത് മടങ്ങി വരണ്ടേ? നഷ്ടപ്പെട്ട ചിലത് പൊങ്ങി വരണ്ടേ ഈ രാത്രി? ആമേൻ. സ്തോത്രം. അതിനെന്തോ ചെയ്തു? ഒന്നാമത് അവൻ നിലവിളിച്ചു. എവിടെ ചെന്ന്? ഏലിശയുടെ അടുത്ത് ചെന്ന് നിലവിളിച്ചു. ഇത് വായ്പ വാങ്ങിയതായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. എന്റെ ജീവിതത്തിൽ ഇന്നത് നഷ്ടപ്പെട്ടു. അവൻ നിലവിളിക്കാൻ തയ്യാറായി. ദൈവമക്കളെ, നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നിരാശപ്പെടാതെ അപ്പന്റെ സന്നിധിയിൽ നീ ഒന്ന് നിലവിളിക്കാൻ തയ്യാറാകാമോ? യേശുവിന്റെ നാമത്തിൽ ജയം. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രിയിൽ ആ നിലവിളിയുടെ മുമ്പിൽ അസാധ്യമായത് എന്ന് വെച്ചാൽ വെള്ളത്തിൽ വീണ ഇരുമ്പ് പോലെ അസാധ്യമെന്ന് തോന്നുന്നത് തമ്പുരാൻ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഒന്ന് നീ കാണിക്കണം. എന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു നഷ്ടം വന്നു. എവിടെ? അത് ഏറ്റു പറഞ്ഞു. അപ്പൊ ഇന്നടത്ത്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ നഷ്ടങ്ങളെ മടക്കി തരുന്നതിനും തടസ്സമായി
എന്തെങ്കിലും വീഴ്ചകൾ, എന്തെങ്കിലും പാപത്തിന്റെ പ്രവർത്തികൾ, ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയ എന്തെങ്കിലും വിഷയം, പ്രാർത്ഥനാ ജീവിതത്തിലെ എന്തെങ്കിലും കുറവ്, ദൈവസന്നിധി മുട്ടുമടക്കാതെ മാറിയിരുന്ന സമയങ്ങൾ നഷ്ടപ്പെടുത്തിയ എന്തെങ്കിലും ഹല്ലേലൂയ ഇന്നു രാത്രിയിൽ ഉണ്ടെങ്കിൽ ദൈവാത്മാ പറയുക, മോളെ ഇന്ന് അപ്പ നിന്റെ അടുത്ത് വന്നിരിക്കുക, നീ ജസ്റ്റ് ഒന്ന് സബ്മിറ്റ് ചെയ്യ. അപ്പ എനിക്ക് ഈ കുറവ് വന്നു, പക്ഷെ എനിക്കത് വേണം. എന്റെ നഷ്ടപ്പെട്ടത് എനിക്ക് വേണം. എന്റെ നഷ്ടപ്പെട്ട പ്രാർത്ഥനാ ജീവിതം എനിക്ക് വേണം. കഴിഞ്ഞ നാളുകളിൽ ഞാൻ ശക്തമായി ആരാധിച്ച ആ ലൈഫ് എനിക്ക് വേണം. ഹല്ലേലൂയ. ദൈവം വിശാലത തരും കേട്ടോ. യോർദാന്റെ വെള്ളത്തിലാണേലും അവിടെ നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കും. യോർദാന്റെ വെള്ളത്തെ പറ്റി അറിയാം. കൊയ്ത്തുകാലത്ത് തീരം കവിഞ്ഞ് ഏത് സമയത്താ കയറി വരുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ ദൈവം പറയുക, ഏത് യോർദാനാണെങ്കിലും, ഏത് കലങ്ങി മറിയുന്ന വിഷയമാണെങ്കിലും നീ ഒന്ന് കാണീര്. ഇന്നിടത്ത് നഷ്ടം വന്നപ്പ ദൈവം പറയുക, മടക്കി തരുക മാത്രമല്ല, നീ അതും കൊണ്ട് പോയി മരം മുറിച്ച് നിന്റെ കൂടാരത്തിന്റെ വിശാലതയ്ക്കായി വഴിയും കൂടെ തുറക്കും. യേശുവിൻ നാമത്തിൽ ജയം കേട്ടോ. ഇന്നു രാത്രിയിൽ നഷ്ടമായത് ചിലത് മടങ്ങി വരുന്ന രാത്രിയാ. ഒരു വിശാലത. ദൈവാത്മാവ് പറയുക, ചില നഷ്ടങ്ങളെ നോക്കി നീ വേദനിക്കുന്നു, ചില നഷ്ടങ്ങളെ നോക്കി നീ കൈപ്പോടെ കരയുന്നു. അപ്പൻ പറയുക, അത് മടക്കി തന്ന് ഒരു വിശാലതയിലേക്ക് കൊണ്ടുവരുന്ന രാത്രിയാ ഇത് കേട്ടോ. പലപ്പോഴും നീ നിലവിളിക്കുന്നുണ്ട്, അപ്പ വായ്പ വാങ്ങിയതായിരുന്നു എന്ന് ആ ഭക്തൻ നിലവിളിക്കുന്നത് പോലെ നീ നിലവിളിക്കുന്ന നിലവിളി. ഓ ഹല്ലേലൂയ. തമ്പുരാൻ പറയുക, ദാസിയെ പലപ്പോഴും ഹിസ്കിയാവ് ചുവരിന്റെ നേരെ മുഖം തിരിച്ച് കരഞ്ഞതുപോലത്തെ നിലവിളി നിന്റെ റൂമിൽ നിന്ന്, നിന്റെ ഉള്ളിൽ നിന്ന് ഉയരുമ്പോൾ ദൈവം പറയുക, നിന്റെ നിലവിളി കണ്ടിട്ടും മടങ്ങുന്ന ദൈവമല്ല. ഈ രാത്രി നഷ്ടപ്പെട്ട ചിലത് നിന്റെ കയ്യിൽ മടക്കി തന്നിട്ട് അപ്പൻ പോകത്തോളെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചു നേടിയതാ പലതും, കഴിഞ്ഞ നാളുകളിൽ ദൈവസന്നിധിയിൽ ഉരുണ്ട് കിടന്ന് കരഞ്ഞു നേടിയതാ പലതും. ഇന്ന് ദൈവം പറയുന്നു, മറന്നു കളയാൻ അനീതിയുള്ള ദൈവമല്ല, ചിലതിലൂടെ മറുപടിയുമായി നിന്റെ കൂടാരത്തിൽ തമ്പുരാൻ എത്തിയിട്ടുണ്ടെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ പിതാവേ. ഹല്ലേലൂയ. ദൈവമക്കളെ ആരാധിച്ച് ജയമെടുത്തോണം കേട്ടോ. നഷ്ടത്തെ നോക്കി പറ, ഇന്നു രാത്രി ദൈവം ആ നഷ്ടം എന്റെ ജീവിതത്തിൽ മടക്കി തരും. ഓരോരുത്തരും വിളിച്ചു പറയണം, ഹല്ലേലൂയ. നഷ്ടപ്പെട്ട സംവത്സരങ്ങൾ, തുള്ളനും വെട്ടുക്കിളിയും ശേഷിപ്പിച്ചത്, അത് നശിപ്പിച്ചത്, അതെല്ലാം മടക്കി തരുന്ന രാത്രിയാ. വിശ്വസിക്കാമോ? മടക്കി പ്രാപിക്കണ്ടേ നമുക്ക്? ഹല്ലേലൂയ. ചില നഷ്ടങ്ങൾ ലാഭമാകണ്ടേ യേശുവിന്റെ നാമത്തിൽ. സുലോചന സിസ്റ്റർ, ചില നഷ്ടങ്ങൾ ലാഭമാകണ്ടേ? നഷ്ടത്തെ നോക്കി വ്യസനത്തോടിരിക്കാനല്ല, എപ്പേസ് പ്രാർത്ഥിച്ചതുപോലെ ദാസിയെ നീ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായ ചില നഷ്ടങ്ങളുടെ നടുവിൽ ദൈവം വിശാലത വരുത്തി മാനിക്കും. നീ അപേക്ഷിക്കുന്നത് ദൈവം തരാൻ വിശ്വസ്തനാണ്. ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. യേശുവിൻ നാമത്തിൽ ജയം. അപ്പൊ വിശാലത പ്രാപിക്കാൻ നഷ്ടപ്പെട്ടത് എവിടാന്ന് നാം പറയണം. അതുപോലെ നമ്മുടെ തമ്പുരാനെ മുന്നിൽ കൊണ്ടുപോകണം. തമ്പുരാനോട് നിലവിളിക്കാൻ തയ്യാറാകണം. നമ്മുടെ ജീവിതത്തിലെ കുറ്റം ഇന്നതാണെന്ന് അപ്പയുടെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ തയ്യാറാകണം. ഇരുമ്പ് പൊങ്ങി വരും കേട്ടോ. ഹല്ലേലൂയ. വെള്ളത്തിലാ വീണെങ്കിലും മനുഷ്യനാൽ അസാധ്യം, ദൈവത്താൽ സകലത് സാധ്യം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം. ഹല്ലേലൂയ. നഷ്ടപ്പെട്ട ചിലത്, തലമുറയോർത്ത് ഭാരപ്പെടുന്ന ചിലത്, ദൈവം പറയുക, ജോലിയെ നോക്കി ഭാരപ്പെടുന്ന ചിലത്, സ്വന്തം ചില നഷ്ടങ്ങൾ, സാലറിയെ നോക്കി ചില നഷ്ടങ്ങൾ, ദൈവം പറയുക, അതെല്ലാം മടക്കി തരുന്ന രാത്രിയാ. യേശുവിന്റെ നാമത്തിൽ ജയം. വിശ്വസിക്കുന്നേ. ഹല്ലേലൂയ. സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകമേ 54-ാം അധ്യായത്തില് സ്തോത്രം ഒരു വാക്യമുണ്ട്, നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുകയാ. അതാര് ചെയ്യണ്ട? നാം. നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക. ദൈവം നമ്മോട് ചെയ്യുന്ന
ഓർഡർ നീ ചെയ്യണം. ആമേൻ. താഴോട്ട് നിന്റെ നിവാസങ്ങളുടെ തിരശീലകളെ അവർ നിവർക്കട്ടെ. നിവാസങ്ങളുടെ തിരശീല അത് അവർന്ന് വെച്ചാൽ നിന്റെ തലമുറ 1-ാം വാക്യം തൊട്ട് വരുമ്പോഴുണ്ട്. ആമേൻ. കൂടാരത്തിന്റെ തിരശീല നിവർത്തുന്നത് ആരാ? തലമുറ. ഇന്ന് വൈകാലം വിശ്വസിക്കാമോ? എന്റെ കൂടാരത്തിന്റെ തിരശീലകളെ നിവർത്താൻ എന്റെ ദൈവം എന്റെ കുഞ്ഞുങ്ങളെ എഴുന്നേൽപ്പിക്കാൻ പോവാം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ നോക്കി പറ, അവർ മൂലം എന്റെ കൂടാരം വിശാലമാകാൻ പോവാം. യേശുവിന്റെ നാമത്തിൽ തലമുറകളുടെ നന്മ കാണിക്കത്തില്ലെന്നു, തലമുറയെ കൊണ്ട് നന്മ അനുഭവിപ്പിക്കത്തില്ലെന്നു വെല്ലുവിളിക്കുന്ന ചില വെല്ലുവിളികൾ തകർന്നുടയുന്ന രാത്രിയാ. യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ കർത്താവേ. ഓ തലമുറകൾക്കെതിരെ വെല്ലുവിളിക്കുന്ന വെല്ലുവിളികൾ. ആമേൻ, ആമേൻ, ആമേൻ. വിശ്വസിക്കുക ദൈവമക്കളെ, വിശ്വസിക്കുക. ഹല്ലേലൂയ. നീ തലമുറയെ കൊണ്ട് നന്മ അനുഭവിക്കൽ എന്ന് പറഞ്ഞു പോരാടി നിൽക്കുന്ന ചില പോരുകളുടെ മേൽ ഇന്ന് രാത്രി നീ ജയം കൽപ്പിച്ചേ മതിയാവും. നമ്മ ചെറിയ കുഞ്ഞാണെങ്കിൽ ഇപ്പോഴേ പറ, എന്റെ കുഞ്ഞുങ്ങളുടെ നന്മ ഞാൻ കാണും. ഹല്ലേലൂയ. ആമേൻ. അതിനെ ഒതുക്കിയത്, കള പറിക്കുന്നത് പോലെ കള കയറി വിതച്ച് നശിപ്പിച്ചത്. ദൈവമക്കളെ, ഇന്ന് നിന്റെ തലമുറ ആയിരിക്കുന്ന അവസ്ഥയെ നോക്കി ഭാരപ്പെടണ്ട. ദൈവം വിശാലമാക്കും. നിന്നോട് കൂടെ നിന്ന് നിന്റെ കൂടാരത്തിന്റെ തിരശീലകളെ വിടർത്തുക. നിന്റെ തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവാം. ഇന്ന് പിന്മാറ്റത്തിലായിരിക്കും, ഇന്ന് ദൈവത്തെ വിട്ടുള്ള യാത്രയായിരിക്കും. പക്ഷെ അപ്പൻ പറയുക, നീ വിശ്വസിക്ക, നീ ഒന്ന് എഴുന്നേൽക്ക. ഹല്ലേലൂയ. ആമേൻ. റിഗമന ഹംദലാറ ബലവശസ്യ. അതിനുശേഷം പറയുന്ന വാക്ക്, അവർ നിവർത്തട്ട്, തടുത്ത് കളയല്ല കേട്ടോ. ദൈവം അവർക്ക് വേണ്ടി അവസരം വെക്കാൻ പോവാം. അത് കഴിഞ്ഞ് നിന്റെ കയറുകളെ നീട്ടുക. അതിന്റെ അർത്ഥം എന്നാ? ആമേൻ. ദൈവമക്കളെ, നമ്മൾ ഒരു വീട് പണിയുമ്പോഴേ അടിസ്ഥാനം ഇട്ടിട്ട് ഓരോ റൂമിന് കയറ് വെച്ച ഇങ്ങനെ എന്നെ പറയുന്നത്, അത് അതിന്റെ ഓരോ വീടിന്റെ ഓരോ റൂമല്ല ഇങ്ങനെ കയറ് വെച്ചല്ലേ തിരിച്ച് തിരിച്ച് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ടല്ലേ അവിടെ വാനം എടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ. ദൈവം പറയുമ്പോ നീ എവിടൊക്കെയാ വേണ്ടെന്ന് വെച്ചാൽ നിന്റെ കൂടാരത്തിൽ നീ പറഞ്ഞിട്ട് കയറ് കെട്ടാൻ നീ തയ്യാറാകണം. എത്രയും വിശാലത വേണമെന്നുള്ളത് നീ ചെയ്യണം. ഹല്ലേലൂയ. കൂടാരത്തിന് എത്രയും വിശാലത വേണം, നിന്റെ ഹസ്ബൻഡിന് എത്രയും വിശാലത വേണം, നിന്റെ തലമുറയ്ക്ക് എത്രയും വിശാലത വേണം, നീ കയറുകൊണ്ട് അളക്കുന്നത് തമ്പുരാൻ നിനക്ക് തരും. കയറുകളെ നീട്ടാനാ പറഞ്ഞത്. ഹല്ലേലൂയ. അത് നാം ചെയ്യേണ്ടത്. വിശ്വാസത്തോടെ ഇന്ന് ഓരോന്നും നിങ്ങൾ ചെയ്യാമോ? യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരമേ ആമേൻ ദൈവം അടയാളമായി വെളിപ്പെടും. ആമേൻ. അതിനുശേഷം പറയുന്നു, നിന്റെ കുറ്റികളെ ഉറപ്പിക്കാം. എന്ന് വെച്ചാല് ഈ കയറ് പറഞ്ഞു പോകാതിരിക്കാൻ കുറ്റിയാല കെട്ടുന്നത്. വിശ്വാസം എന്ന കുറ്റി അത് നീ ഉറപ്പീര. പ്രാർത്ഥന എന്ന കുറ്റി നീ ഉറപ്പിക്ക. അവിടെ നിന്നിട്ട് നീ അവകാശം പറ, ഇന്ന സ്ഥലത്തേക്ക് ഞാൻ കയറ് വലിച്ചു കെട്ടുകയാ, ഇതെന്റെ അവകാശമാ. ഈ അതിര് ദൈവം വിശാലമാക്കും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ചില ഭവനത്തിന്റെ അതിരുകൾ വിശാലമാകട്ടപ്പ, തലമുറകളുടെ അതിരുകൾ വിശാലമാകട്ടപ്പ. ഹല്ലേലൂയ. കുറ്റികൾ നഷ്ടപ്പെട്ട, കയറുകൾ പോയ അവസ്ഥ ഇന്നു രാത്രി തമ്പുരാനെ അങ്ങ് മടക്കി വരുത്തുമാറാകും. യേശുവിൻ നാമം. ആമേൻ. സ്തോത്രം. അതിനുശേഷം പറയുന്ന വാക്ക, നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. കേട്ടോ? നീ കയറ് നീട്ടണം, കയറ് കെട്ടണം, കുറ്റി ഉറപ്പിക്കണം. നിന്റെ തലമുറ അതിന്റെ മുകൾ വശം ചെയ്യണം. അതിനുശേഷം നീ ഇടത്തോട്ടും, ആമേൻ സ്തോത്രം, വ്യക്തമായിട്ടുണ്ട്, നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. വശങ്ങളിലേക്ക് നീ ചെയ്യേണ്ടത് ചെയ്താൽ തമ്പുരാൻ പറയുക, നിന്നെ വശങ്ങളിലേക്ക് പരക്കുമാറാക്കി ദേശത്ത് നിന്റെ ഞെരുക്കം മാറ്റും. ആരോടാ പറയുന്നത്? 1-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിലുണ്ട് കേട്ടോ, പ്രസവിക്കാത്ത മച്ചിയെന്ന്. ഹല്ലേലൂയ. ഇതുവരെ നിന്റെ പേർ മച്ചി എന്നാ ലോകം വിളിച്ചത്. പക്ഷെ തമ്പുരാൻ പറയുക, നിന്റെ തലമുറ. യെസ്. ആമേൻ. വിശ്വസിക്കണേ.
എന്റെ തലമുറ എന്റെ കൂടാരത്തിൽ ചില പണി ചെയ്യാൻ പോവാ. ലോകം വിധി എഴുതി മച്ചി അല്ലെ, പക്ഷെ അവിടെ നിന്ന് ദൈവം എന്റെ തലമുറകളെ കൊണ്ട് ചിലത് പണിയിക്കും. വിശ്വസിക്കാമോ? യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എന്ന് വെച്ചാൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു തമ്പുരാൻ. ആമേൻ, ആമേൻ. മച്ചി എന്ന് വിളിച്ച് നിന്നെ പാഴ്പേർ പറഞ്ഞ് കളിയാക്കുന്നവർ നടുവിൽ ദൈവം പറയുവാ, ആ പേര് മാറ്റിയിട്ട് തലമുറകൾ മൂലം നീ അറിയപ്പെടും. യേശുവിൻ നാമം ജയം. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കാമോ? ഒന്ന് പ്രാർത്ഥനയിൽ ഒന്ന് കേറിക്കേ, പ്രാർത്ഥനയിൽ ഒന്ന് കേറിക്കേ, ആരാധിച്ചൊന്ന് കേറിക്കേ. ആമേൻ. ഭവനാന്തരീക്ഷത്തിൽ ചില വിശാലതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദാസിയെ നീ ഒന്ന് പ്രാർത്ഥിച്ചു കേറ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ സിൽവി സിസ്റ്ററെ പ്രാർത്ഥിച്ചൊന്ന് കേറാൻ ദൈവാത്മാവ് പറയുക. ആമേൻ. വിശ്വാസത്തോടെ നീ ചില കുറ്റി ഉറപ്പിച്ചുകൊണ്ട് കയറിനെ നീട്ടാൻ വിശ്വാസത്തോടെ നീ ചിലത് ചെയ്യാമെങ്കിൽ ദൈവം പറയുക, നിനക്ക് വേണ്ടി പ്രാർത്ഥനയുടെ മറുപടിയായി ചില അതിര് ദൈവം വിസ്താരമാക്കും. ഹാലലിയ. നീ പ്രാർത്ഥനയിൽ വിശ്വാസത്തോടെ കുറ്റികൾ ഉറപ്പിക്കുക. ഹാലലിയ. ദൈവ പ്രവൃത്തി കാണും. ദൈവമക്കളെ, യായേലിന്റെ കൂടാരത്തിലെ സ്തോത്രം. ആമേൻ. സീസറെ ചെന്നപ്പോൾ എന്തോ അവള് ചെയ്ത്? കൂടാരത്തിന്റെ കുറ്റി എടുത്തു, ചുറ്റികയും കൂടെ വെച്ചിട്ട് ഒറ്റ അടിക്ക് ആരെ കൊന്നത്? സീസറെ. ഒരു സ്ത്രീ. ദൈവം തന്ന പ്രാർത്ഥനയുണ്ടല്ലോ, ദൈവം തന്ന വിശ്വാസം എന്ന ചുറ്റിക ഉണ്ടല്ലോ, ഒന്ന് എടുക്കാൻ തയ്യാറാകാമോ? ആർക്കും കീഴടങ്ങാത്തത് ദൈവം കീഴടക്കും. പക്ഷെ നീ കൈകൊണ്ട് എടുക്കേണ്ടത് നീ എടുത്തേ പറ്റൂ. യേശുവിന്റെ നാമത്തിൽ ജയം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. കൂടാരത്തിന് ഹാലേ വിശാലത വേണമെന്ന്. ആമേൻ. യേശുവിന്റെ നാമത്തിൽ. ബിന്ദു സിസ്റ്ററെ ദൈവാത്മാവ് പറയാ, ബിന്ദു ആ മെറൂൺ കളറിലെ ഷാലിട്ടേക്കുന്ന സിസ്റ്റർ ദൈവാത്മാവ് പറയുക, പ്രാർത്ഥനയൊന്ന് ഹാലേലിയ ചുറ്റികയൊന്ന് എടുക്കാൻ. ആമേൻ, ആമേൻ. പ്രാർത്ഥനയിലൊന്ന് പോരാടാൻ, അതിരിന്റെ ഹാലേലിയ ചില വിസ്താരത്തിനു വേണ്ടി, പ്രാർത്ഥനയുടെ ചില മറുപടിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ചില അവസ്ഥ, അങ്ങോട്ടും പറക്കരുത് ഇങ്ങോട്ടും പറക്കരുത് പറഞ്ഞ് നിന്നെ ഒതുക്കി മൂലയ്ക്ക് വെച്ചിരിക്കുന്നത്. ദാസിയെ, നീ ഒന്ന് എഴുന്നേറ്റ് കയർ നീട്ടാൻ തയ്യാറാകും. ഹല്ലേലൂയ. ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുക കേട്ടോ, വിശ്വസിക്കുക. ആമേൻ. ആരോടായി പറയുന്നെന്നുള്ളത് താഴോട്ടുണ്ട് കേട്ടോ. ഒന്ന്, യൗവനത്തിൽ ലജ്ജ അനുഭവിച്ചവൾ, 4-ാം വാക്യത്തില്. അടുത്തത്, വൈദ്യവ്യത്തിൽ നിന്നെ അനുഭവിച്ചവൾ. ഹല്ലേലൂയ. മൂന്നാമത് 6-ാം വാക്യത്തിൽ മനോവ്യസനത്തിൽ ഇരുന്ന സ്ത്രീയെ. 4-മതായിട്ട് സ്തോത്രം. ആമേൻ. യൗവനത്തിൽ വിവാഹം ചെയ്തിട്ട് തള്ളിക്കളഞ്ഞ ഭാര്യ എന്ന പോലെ തന്നെ ആമേ സ്തോത്രം ഉപേക്ഷിക്കപ്പെട്ടവൾ എന്ന് വെച്ചാൽ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥ. ആമേ സ്തോത്രം. 5-മത് പറയുവാ, ആമേൻ, അല്പനേരത്തേക്ക് മാത്രം ഞാനും നിന്നെ ഒന്ന് ഉപേക്ഷിച്ചത് കേട്ടോ, അല്പസമയത്തേക്ക്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ലേ? ദൈവം പറയുക, നോ, ഇന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പോവാം, നിത്യതയോടെ നിന്നെ ചേർക്കുന്നേ. ആമേൻ. ബിന്ദു സിസ്റ്ററെ, അലൈൻ സിസ്റ്ററെ, ദൈവമ്മ പറയുക, ചിലത് തമ്പുരാൻ തലമുറയും കൊണ്ട് പണിയിക്കും. ചില പേര് ദൈവം മാറ്റും. വിശ്വസിക്കണം. ഒന്നിച്ച് നിന്ന് പണിയാൻ പോവാന്ന് പറ, ഒന്നിച്ച് നിന്ന് പണിയാൻ. നീ പ്രാർത്ഥനയാകുന്ന ചുറ്റിക എടുക്ക, നീ ചില കയറ് വിശ്വാസത്തോടെ നീട്ട്, ഒന്നിച്ചു നിന്ന് പണിയത്തക്കവണ്ണം ദൈവത്തിന്റെ പ്രവൃത്തി കൂടാരത്തിൽ വെളിപ്പെടുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. ആമേൻ. ഇരുമ്പ് പൊങ്ങി വരുന്നത് എങ്ങനെയാന്ന് നിനക്ക് ചിന്തിക്കാം. വെള്ളത്തിലാ പോയെന്ന് വെച്ചാൽ മനുഷ്യൻ അസാധ്യ, പക്ഷെ ദൈവം പറയുന്ന അവിടെ നിന്ന് പൊക്കിക്കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കണം കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നടക്കട്ടെ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അപ്പൊ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവരും കേട്ടോ. ആമേൻ, ആമേൻ, സ്തോത്രം. മുഖം മറച്ചു പോയ അവസ്ഥയിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവരും കേട്ടോ. ആമേൻ. ദൈവം വിശാലത നൽകും ദാസരെ, ദാസിയെ. ആമേൻ. അടുത്തതായിട്ട് ആമേൻ സ്തോത്രം. അടുത്തത് ആർക്കാ വിശാലത? 119-ാം സങ്കീർത്തനം അതിന്റെ 42 തൊട്ടുള്ള വാക്യത്തിൽ
ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിക്കുന്നവരോട് ഉത്തരം പറയുവാൻ ഞാൻ പ്രാപ്തനാകും. ഞാൻ നിന്റെ വിധികൾക്കായി കാത്തിരിക്കുകയായി. സത്യത്തിന്റെ വചനം എന്റെ വായിൽ നിന്ന് നീക്കിക്കളയരുതേ. അങ്ങനെ ഞാൻ നിന്റെ ന്യായപ്രമാണം ഇടവിടാതെ എന്നേക്കും പ്രമാണിക്കും. നിന്റെ പ്രമാണങ്ങളെ ആരായുന്നത് കൊണ്ട് ഞാൻ വിശാലതയെ നടത്തും. അടുത്തത് ആർക്കാ വിശാലത? ആമേൻ. 5 കാര്യം അവിടെ പറയുന്നു. ആമേൻ, ആമേൻ, സ്തോത്രം. അതിന്റെ 42 തൊട്ടുള്ള വാക്യത്തില് ഒന്ന്, വചനത്തിൽ ആശ്രയിക്കുന്നവർക്ക്. കേട്ടോ, ഈ ഇന്ന് പ്രസ്താവിക്കുന്ന ഈ വചനം ആരെന്ന് നോക്കണ്ട, പൊട്ടിയെ പോലെ പൊട്ടനെ പോലെ ഏറ്റെടുക്കാൻ തയ്യാറാണ്. 42-ാം വാക്യത്തിൽ പറഞ്ഞു, ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട്. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് എന്റെ വചനം, അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങത്തില്ല. അവന്റെ ഇഷ്ടം ചെയ്യും, അയച്ച കാര്യം സാധിപ്പിക്കും. നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും. ഇന്ന് പകലിൽ വിശ്വസിക്കാമോ? അപ്പ ഞാൻ ഈ വചനത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ വിശാലതയിലെത്തും. മാത്യു ചാക്കോ ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക, കഴിഞ്ഞ നാളുകളിൽ നീ വചനത്തിൽ ആശ്രയിച്ചതും പ്രാർത്ഥിച്ചതും കൊണ്ട് ചില ഞെരുക്കം മാറിയത്. ദൈവം പറയുക, ദാസനെ, ഒരു പൊട്ടനെ പോലെ നീ വീണ്ടും എന്റെ വചനത്തിൽ ആശ്രയിക്കുക. ചില വിഷയത്തിലൂടെ ദൈവം നിനക്ക് വിശാലത നൽകാൻ പോകുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ദൈവപ്രവൃത്തി കാണണ്ടായോ ദാസനെ? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം. ഹല്ലേലൂയ. വിശാലത വരുത്തുന്ന ഒരു ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. അടുത്തത് സ്തോത്രം. ആമേൻ. ഞാൻ നിന്റെ വിധികൾക്കായി കാത്തിരിക്കുക. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വിധി എപ്പോൾ വരുന്നുവെന്ന് നോക്കി കാത്തിരിക്കുന്നവർക്ക് എന്തോ ഉണ്ട്? വിശാലത. ഹല്ലേലൂയ. മൂന്നാമതായിട്ട്, സത്യത്തിന്റെ വചനം വായിൽ നിന്നും നീക്കിക്കളയാത്തവർക്ക്. കേട്ടോ, വായിൽ നിന്ന് തമ്പുരാന്റെ വചനം നീക്കിക്കളയാത്തവർക്ക് വിശാലത. ഹല്ലേലൂയ, സ്തോത്രം. അടുത്തത്, അങ്ങനെ ഞാൻ നിന്റെ ന്യായപ്രമാണം ഇടവിടാതെ പ്രമാണിക്കും. ഇടവിടാതെ ദൈവത്തിന്റെ ന്യായപ്രമാണം പ്രമാണിക്കുന്നവർക്ക് വിശാലത. ദൈവം എല്ലാത്തിനും ആമേൻ ഒരു ഹല്ലേലൂയ കാര്യം വെച്ചിട്ടുണ്ട്. ഇന്നത് ചെയ്താൽ ഇന്നത്. ഏത് വചനം എടുത്തു നോക്കിയാലും അങ്ങനെ തന്നെയാണ്. ആമേൻ, സ്തോത്രം. അടുത്തത്, നിന്റെ പ്രമാണങ്ങളെ ആരായുന്നത് കൊണ്ട്. എന്ന് വെച്ചാൽ ദൈവവചനം എങ്ങനെയാ, അപ്പ ഇത് എങ്ങനെയാന്ന് പറഞ്ഞ് ആരായാൻ, അല്ലെങ്കിൽ അത് വായിക്കാൻ, അത് ദൈവവുമായിട്ട് അമ്മേ സ്തോത്രം ഒന്ന് എന്താ പറയുന്നത്, ദൈവവചനത്തോട് അമ്മേൻ എനിക്ക് വായിക്കണം, അത് ആരായണം, അത് എങ്ങനെയാന്നുള്ള ചിന്ത എപ്പോഴും ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്നവർക്ക് ദൈവം എന്തോ നൽകും? വിശാലത. 5 കൂട്ടം കാര്യം അതിനകത്ത് പറയുന്നുണ്ട്. കേട്ടോ, നാം എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അപ്പാ എനിക്ക് വിശാലത വരുത്തണം. പക്ഷെ അതിന്റെ പിന്നിൽ നാം ചെയ്യേണ്ട ചില കാര്യങ്ങൾ. യേശുവിൻ നാമത്തിൽ ജയം. ഇന്ന് രാത്രി സമർപ്പിക്കാം. അപ്പ പ്രാർത്ഥനയിൽ വന്നു പോയത്, ഇടവിടാതെ വചനം ധ്യാനിക്കാതെ പോയത്, നിന്റെ ന്യായപ്രമാണത്തെ അന്വേഷിക്കാതെ പോയത്, വചനത്തെ ആഴമായി ചിന്തിക്കാതെ പോയത്, എല്ലാം ഒന്ന് ക്ഷമിച്ച് ഈ രാത്രിയിൽ ഞാൻ മടങ്ങി വരുന്നു. ആ ഒരു വിശാലത എന്റെ ജീവിതത്തിൽ ദൈവം തരണമെന്ന് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാമോ? ഹല്ലേലൂയ. ഒരു മടങ്ങി വരവിനായി കേൾപ്പിക്കാമോ? ആമേൻ, സ്തോത്രം. സങ്കീർത്തനം 4:1 പറയുന്നുണ്ട്, ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. അതിന്റെ 1-ാം ഭാഗ്യം, എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ. അപ്പം അപ്പനെ വിളിക്കുന്നവർക്ക് എന്തോ ഉണ്ട്? വിശാലത. അപ്പനോട് വിളിച്ചപേക്ഷിക്കുന്നവർക്ക് എന്തോ ഉണ്ട്? വിശാലത. ആമേൻ, സ്തോത്രം. അപ്പൊ ദൈവത്തോട് നിലവിളിക്കുന്ന നിന്നെ തള്ളിക്കളയുന്ന ദൈവമാണോ? അല്ല. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ ആമേൻ സമർപ്പിക്കുക. അപ്പ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. സുജാ സജി, ദൈവാത്മാവ് പറയുക, ദൈവത്തോട് നിലവിളിക്കുന്ന നിന്റെ വിഷയത്തിന് ദൈവം ഒരു വിശാലത വരുത്തും.
നിലവിളി കുറയരുത്. രാത്രിയുടെ യാമാരംഭങ്ങളിൽ തമ്പുരാനോട് നിലവിളിക്കാൻ തയ്യാറായാൽ അസാധ്യമായ ചില വിഷയങ്ങളെ ദൈവം സാധ്യമാക്കി തരാൻ പോവുകയാണെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. നിന്റെ നിലവിളിയുടെ മുമ്പിൽ ചിലത് പൊങ്ങി വരും. യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തന്നെ 26-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ സ്തോത്രം, അതിന്റെ 15-ാം വാക്യം, നീ നിന്റെ ജനത്തെ വർദ്ധിപ്പിച്ചു, യഹോവേ ജനത്തെ നീ വർദ്ധിപ്പിച്ചു. ആമേൻ, സ്തോത്രം. നീ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ദേശത്തിന്റെ അതിരുകളെയെല്ലാം നീ വിസ്താരമാക്കിയിരിക്കുന്നു. കേട്ടോ, അതിരുകളെ, ദേശത്തിന്റെ അതിരുകളെ. ആർക്കു വേണ്ടിയാ? ആ അധ്യായം വായിക്കുമ്പോൾ ഒന്നാമത് കാണുന്നു, സ്തോത്രം, അതിന്റെ 4-ാം വാക്യത്തിൽ മൂന്നാം വാക്യം, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നു. ഒന്നാമത് ആർക്കാ ദൈവം വിശാലത വരുത്തുന്നത്? സ്ഥിരമാനസന്. ഹല്ലേലൂയ. രണ്ടാമത് ദൈവത്തിൽ പൂർണ്ണ ആശ്രയമുള്ള വ്യക്തിക്ക്. 26-3 സമയം പോകുന്നത് കൊണ്ട് ഞാൻ വേഗം പറയുന്നത്. 4-ാമത് 26-ന്റെ 8-ാം വാക്യം, ആമേൻ, യഹോവേ നിന്റെ ന്യായവിധിയുടെ പാതയിൽ ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു. കാത്തിരിക്കുന്നവർക്ക്, കേട്ടോ, ഹല്ലേലൂയ. 5-ാമത്, ആമേൻ, സ്തോത്രം, ആമേൻ, അതിന്റെ 26-ന്റെ 9-ാം വാക്യം, ഞാൻ രാത്രിയിൽ നിന്നെ എന്റെ ഉള്ളം കൊണ്ട് ഞാൻ രാത്രിയിൽ നിന്നെ ആഗ്രഹിച്ചു, എന്റെ ഉള്ളിൽ എന്റെ ആത്മാവ് കൊണ്ട് തന്നെ ഞാൻ നിന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. എന്ന് വെച്ചാൽ രാത്രിയുടെ യാമങ്ങളിൽ അപ്പനെ ജാഗ്രതയോടെ അന്വേഷിച്ച് കരയുന്നവർക്ക് ദൈവം വിശാലത നൽകും. കേട്ടോ, ഹല്ലേലൂയ, ആമേൻ. നമുക്ക് വിശാലത വേണം, അതിന്റെ പിന്നിലുള്ളത് ചെയ്യുവാൻ നമുക്ക് പറ്റത്തില്ല. ദൈവമക്കളെ, വിശാലതയ്ക്ക് മുമ്പ് അപ്പം പറയുന്നത് ചെയ്യാൻ തയ്യാറാകാം. അടുത്തത് 26-ന്റെ 13-ൽ, ഹല്ലേലൂയ, അതിന്റെ അവസാന ഭാഗം, എന്നാൽ നിന്നെ മാത്രം, നിന്റെ നാമത്തെ തന്നെ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ ദൈവത്തെ മാത്രവും ദൈവത്തിന്റെ നാമത്തിന് മാത്രം പ്രയോറിറ്റി കൊടുക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം വിശാലത നൽകും. ആമേൻ. വിശ്വസിക്കാമോ? സമർപ്പിക്കാമോ? അപ്പാ, ഞാൻ സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ ജയം. 2 കോരിന്ത്യർ 6-ാം അധ്യായം, സ്തോത്രം, അതിന്റെ ആമേൻ 11 തൊട്ടുള്ള വാക്യത്തിൽ, സ്തോത്രം, അവിടെ ഒരു വിശാലത, അത് നമ്മൾക്കെല്ലാം ആവശ്യമുള്ളത് വ്യക്തമായി ആമേൻ പറഞ്ഞിട്ടുണ്ട്. അല്ലയോ കോരിന്ത്യരെ, ഞങ്ങളുടെ വായ് നിങ്ങളോട് തുറന്നിരിക്കുന്നു, ഞങ്ങളുടെ ഹൃദയം വിശാലമായിരിക്കുന്നു, ഞങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഇടുക്കമില്ല. ആമേൻ. നിങ്ങളുടെ ഹൃദയങ്ങളിൽ അത്രേ ഇടുക്കമുള്ളത്. ഇതിന് പ്രതിഫലമായി നിങ്ങളും വിശാലതയുള്ളവരായിരിക്കും എന്ന് ഞാൻ മക്കളോടെന്ന പോലെ നിങ്ങളോട് പറയുന്നു. പൗലോസ് പറയുക, അടുത്ത വിശാലത എവിടാ വേണ്ടത്? ഹൃദയത്തിനകത്തിൽ. ആമേൻ. ഹൃദയത്തിൽ നിന്ന് വരുന്ന എന്തുവാ? ചിന്തകൾ. ആമേൻ. നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് എല്ലാം അങ്ങ് കളയുന്നേ. ഇത് നടക്കത്തില്ലെന്നുള്ള ചിന്ത അങ്ങ് കളയുന്നേ. ഒന്ന് വിശാലമായി ചിന്തിക്കാൻ തയ്യാറാകാമോ? യേശുവിന്റെ നാമത്തിൽ ജയം. ദൈവം പറയുന്നു, ഹൃദയത്തിൽ ഒരു വിശാലത. ഹല്ലേലൂയ. ദൈവമക്കളെ, നിനക്കുണ്ടാകണം. ആമേൻ. പുറപ്പാട് പുസ്തകം, ആമേൻ, സ്തോത്രം, 3-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇസ്രായേൽ ജനങ്ങളുടെ അതിന്റെ 7-ഉം 8-ഉം വാക്യം, യഹോവ അരുളിച്ചെയ്തത്, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ളവർ നിലവിളി കേട്ടു, ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു, അവരെ മിസ്രയീമിന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, പിന്നെ വായിച്ചാൽ മതി, കൊണ്ടുപോകാൻ ഇറങ്ങി വന്നേക്കുന്നത്. ഏതിനു ശേഷം? അവൻ അനുഭവിച്ച കഷ്ടതയ്ക്ക് ശേഷം. നീ നിലവിളിച്ച നിലവിളി കേട്ടിട്ട് തമ്പുരാൻ പറയാ, മോളെ മതി, മോനെ മതി. ദൈവം നിന്റെ കഷ്ടത കണ്ടു, നിലവിളി കേട്ടു. അല്ലെങ്കിൽ ബ്ലസ്സി ചില കരച്ചിലിന് അല്ലെങ്കിൽ അപ്പന്റെ സന്നിധി കേട്ടു. കേട്ടോ, ദൈവം ഇറങ്ങി വരാൻ പോവാ. നീ വിശ്വസിച്ചോണം, നീ വീണ്ടും പ്രാർത്ഥിച്ചോണം. ദൈവപ്രവൃത്തി വാതുക്കൽ എത്തിയിട്ടുണ്ടെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ച് പറയുക. നാൻസി സജി ദൈവാത്മാവ് പറയുക, ചില
കഷ്ടതകൾ ദൈവം കണ്ടിരിക്കുകയാണ്. കഷ്ടതകൾ ഒന്ന് മാറി തിരമാല പോലുള്ള ചില കഷ്ടതകൾ ദൈവം കണ്ടു. ഊഴിയ വിചാരകന്മാരെ പോലെ മാനസികമായി വേദനിപ്പിക്കുന്ന ചില വിഷയം ദൈവം പറയുക, അതിനൊരു സ്റ്റോപ്പ് വരുത്തിയിട്ട് നിനക്ക് വേണ്ടി ഒരു വിശാലത ദൈവം ഒരുക്കാൻ പോവാ. അപ്പനോട് നീ പ്രാർത്ഥിച്ചോളാൻ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. വാഗ്ദത്തത്തെ കാണിപ്പിക്കാതെ ഞെരുക്കുന്ന ചില ഞെരുക്കം. ആമേൻ. സീനാനീഷ് ദൈവം പറയാ, വാഗ്ദത്തം കാണിക്കത്തില്ലെന്ന് പറഞ്ഞ് ശത്രു ഒരു വശത്ത് നിലവിളിക്കുമ്പോൾ നിന്റെ അപ്പൻ വാഗ്ദത്തം ചെയ്ത് നിന്റെ അപ്പനെ ഓർപ്പിച്ചുണർത്തി നീ കരയാൻ തയ്യാറാക. ദൈവം ചില വാഗ്ദത്തത്തിലേക്ക് നിന്നെ പ്രവേശിപ്പിക്കുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ആമേൻ, സ്തോത്രം. ദൈവമക്കളെ, നിത്യതയിലേക്ക് പോകാനുള്ള ഒരു വഴിയുണ്ട്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം. ബാക്കിയെല്ലാം ലോകപ്രകാരമുള്ള വിശാലത അപ്പം തരും. മത്തായിയുടെ സുവിശേഷം 7-ന്റെ 13-14 വാക്യം. ഇടുക്കുവാതിലിലൂടെ അകത്ത് കടപ്പീൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവുമാകുന്നു, അതിൽ കൂടി കടക്കുന്നവർ അനേകരാ. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കം. ദൈവമക്കളെ, നമ്മുടെ നിത്യതയിലേക്കുള്ള വാതിൽ ഒരുപക്ഷെ വിശാലമല്ല, അത് കഷ്ടതയും കള്ളും മുള്ളും നിറഞ്ഞതാ. കഷ്ടത എന്ന വരത്തിലൂടെ നമുക്ക് നിത്യത ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയുള്ളൂ. ബാക്കി ലോകപ്രകാരമുള്ള വിശാലത അപ്പൻ തരും, പക്ഷെ നിത്യതയിലേക്കുള്ള വഴി ഇടുക്കവും ഞെരുക്കവുമാ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ രാത്രിയിൽ എന്റെ യേശുവിനെ ആ നിത്യതയിലേക്ക് പോകാൻ തടസ്സമായിട്ട് ആരെങ്കിലും എന്റെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചില്ല എങ്കിൽ ദൈവമക്കളെ, സ്നേഹത്തോടെ ഓർപ്പിക്കുകയാ, ഇടുക്കമാ ഞെരുക്കമാ, പക്ഷെ നിത്യത എന്ന് വെച്ചാൽ പെർമനന്റ്. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഈ രാത്രിക്കാലം ഒന്ന് സമർപ്പിക്കാം. അപ്പാ, ആ ക്രൂശ് എടുത്തുകൊണ്ട് ആ ഇടുക്കത്തിലൂടെ ഞെരുക്കത്തിലൂടെ അങ്ങേ അനുഗമിക്കാൻ ഞാൻ തയ്യാറാണ്. രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെടാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പാ, ഞാൻ സമർപ്പിക്കുന്നു, എനിക്ക് അങ്ങയോട് ചേരാനുള്ള സ്നാനമേൽക്കണം. ആമേൻ. അങ്ങയോട് ചേരാൻ സ്നാനമേറ്റാലേ മരണ പുനരുത്ഥാനത്തോടെ ഏകീഭവിക്കൂ, നിത്യതയിലെത്തൂ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവമക്കളെ, ഇന്ന് തമ്പുരാൻ സന്നിധിയിൽ ഒന്ന് സമർപ്പിക്കാമോ? നിത്യതയ്ക്ക് വേണ്ടിയുള്ള വാതിൽ. ആമേൻ. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. എനിക്ക് തന്ന സമയം അവസാനിച്ചു, അതുകൊണ്ട് നിർത്തുകയാ. ആമേൻ. വാതിൽ വിശാലമാ. നാം ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് ദൈവം വ്യക്തമായി പറഞ്ഞു. ഹല്ലേലൂയ. ദൈവദാസൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ മരണമാണോ കർത്താവിന്റെ വരവാണോ അടുത്ത സമയം അറിയുന്നില്ല. ഏതിനും പ്രത്യാശയോടെ കാത്തിരിക്കാം. മാറാനാഥ, നമ്മുടെ കർത്താവ് വരാറായി. അടിയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം തന്ന ദാസിയോട് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ വിനിയോഗിക്കുന്ന ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം കർത്താവേ, ഇത്രയത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷ നമ്മൾക്കായി ഒരുക്കിയ അറിയുന്ന ചെറിയാനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഗ്രൂപ്പിന്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പുതുതായി ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ കയറി ആരാധന അറ്റൻഡ് ചെയ്ത എല്ലാ സഹോദരങ്ങളെയും യേശുവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു, സ്നേഹം അറിയിക്കുന്നു. ഇനിയും ഈ ഗ്രൂപ്പിൽ കടന്നു വരണമേ. ദിവസവും രാത്രി 9 മണി മുതൽ ഇന്ത്യൻ സമയം 9 മണി മുതൽ 10:30 വരെ ഇതിൽ ആരാധന, വചന ശുശ്രൂഷയുടെ മധ്യസ്ഥ പ്രാർത്ഥന എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഇതിന് കടന്നു വരണമേ എന്ന് ഓർപ്പിക്കുന്നു. ഇനി നമുക്ക് ആശീർവാദത്തിനുള്ള സമയമാണ്. അതിനായി പ്രാർത്ഥിച്ച് ആശീർവാദം പറയാനായിട്ട് ജെഫിൻ ബ്രദർ പ്രാർത്ഥിക്കും. ജെഫിൻ ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പാസ്റ്റർ ആശീർവാദം. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. തലങ്ങൾ നടക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ, ഇതുവരെ സുമീപിൽ ഞങ്ങൾക്ക് ആയിപ്പാൻ കർത്താവിടെയാക്കി പല രാജ്യങ്ങളും പല സമയങ്ങളും പല സൂണിലായിരിക്കുന്ന ഞങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ അവസ്ഥകൾ കർത്താവേ ഞങ്ങൾക്ക് അറിയുന്നതിനേക്കാൾ ഉപരി അറിയുന്ന ദൈവമേ കർത്താവ്, ഏത് മനുഷ്യർക്കും ഞങ്ങളുടെ അവസ്ഥകൾ അറിയാൻ കഴിയത്തില്ല, എങ്കിലും ദൈവം ഞങ്ങളുടെ അവസ്ഥകൾ അറിയുന്ന ദൈവമേ, ദൈവദാസിൽ കൂടെ വിശാലതയെ പറ്റി കേൾക്കാൻ കർത്താവിടെയാക്കി കർത്താവേ,
ആരുടെങ്കിലും ജീവിതത്തിൽ കർത്താവെ ആത്മീയ ഭൗതിക വിശാലതയ്ക്ക് തടസ്സമായിട്ടുണ്ടെങ്കിൽ കർത്താവെ അതിന്റെ കുറവുകളെ ക്ഷമിക്കണമേ കർത്താവെ. വചനത്തിൽ ഞങ്ങളെ കർത്താവെ എബ്ബസിനെ വിശാലപ്പെടുത്തി അവന്റെ ആ പ്രതിജ്ഞയിന്മേൽ, അവന്റെ ആ തീരുമാനത്തിന്മേൽ ദൈവം അവനെ വിശാല വരുത്തി, അവൻ സഹോദരന്മാരിൽ അവനെ മാന്യനാക്കി തീർത്ത അവസ്ഥ അറിഞ്ഞ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ വിശാലതയില്ലാതെ ഞങ്ങൾ ഭാരപ്പെടുന്ന വിഷയങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മഞ്ഞും മഴയെ വെച്ചൊരു വിശാലത ആദ്യമായി ഞങ്ങൾ സമർപ്പണത്തോടെ ആയിരിക്കാൻ കർത്താവ് ഇടിയാക്കണമേ എന്ന് അപേക്ഷിക്കും താവേ. ദൈവപ്രവർത്തിക്കായി ഞങ്ങളെ ഏൽപ്പിക്കുന്ന താവേ. കൂടപ്പെട്ട എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു താവേ. വചനം ശുശ്രൂഷിക്കാൻ ദൈവാസിയെ ഒരുക്കിയതിനാല് സ്തോത്രം. ദൈവം ധാരാളം അനുഗ്രഹിക്കണമേ. തന്റെ ദാസിയുടെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തണമേ കർത്താവെ. ദേശത്തെ അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ, തന്നെ ഏൽപ്പിച്ച വേല വിശ്വസ്തയോടെ തീർപ്പാൻ, അനേക രാജ്യങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ കർത്താവെ പരിശുദ്ധാത്മാവിന്റെ ഉപരി ശക്തിയാൽ, അഭിഷേക ശക്തിയാൽ, ഒരു പൂർണ്ണതയാൽ നിറയപ്പെടുവാൻ, വീണ്ടും അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ ദൈവാസിയെയും കുടുംബത്തോടെ കുഞ്ഞുങ്ങളെയും എല്ലാം ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കും താവേ. ഇതിൽ കൂടി വന്ന എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളെ ഫസ്റ്റ് പ്രാർത്ഥിച്ച ദൈവാസിനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കർത്താവ് അഡ്മിനായിരിക്കുന്ന ദൈവാസിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കർത്താവെ ഈ ദിവസിനെ നിയന്ത്രിക്കുന്ന സഹോദരനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കർത്താവെ കർത്താവെ ലീഡേഴ്സ് ദൈവാസിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങനെ കൂടപ്പെട്ട എല്ലാവരെയും കർത്താവെ നീ അനുഗ്രഹിക്കുന്നു. ആരെങ്കിലും വിവിധ ഭാരത്താൽ പ്രയാസമുള്ളായിരിക്കും ഈ വചനത്താൽ ദൈവം ആശ്വാസത്തിന് വചനം അയച്ച് പിതാപുത്ര പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവത്തിന്റെ ശക്തി, ഉയർത്തുള്ള അഭിഷേക ശക്തി, ക്രിസ്തുവിനെ മനുഷ്യൻ ഉയർപ്പിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തി ജീവിതങ്ങളിൽ വ്യാപരിച്ച് ഒരു വിശാലത പ്രാപിപ്പാൻ, ഒരു വിശാലത ഏറ്റെടുപ്പാൻ കർത്താവ് ഇടയാക്കണമേ. എല്ലാം ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നു. ഇനി കാണും വരെ ഇതിനു മുമ്പ് ഞങ്ങളുടെ ഡിവൈസിൽ ശുശ്രൂഷ കടന്നുമായ ദൈവാസമാരെയും കയറി ഇറങ്ങി എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരുന്നു ദൈവമേ. കൂടപ്പെട്ട എല്ലാവർക്കും വലിയൊരു വിടുതലും അനുഗ്രഹമായി തീരുവാൻ സഹായിക്കും. നാളെ അടുത്ത മീറ്റിംഗിലേക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് ദൈവപ്രവൃത്തി വെളുത്തും. എല്ലാം കൊണ്ട് ദൈവനാമത്തിനകത്തിട്ട് കർത്താവ് പ്രാർത്ഥന യേശുവിനാമം തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. ഇന്നത്തെ കൂട്ടായ്മകളെ, ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിച്ച് നൽകിയതിനായി സ്തോത്രം കൊടുക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ ആശ്വാസങ്ങളും നാം എല്ലാവരുടെ മേലും, ഇന്ന് ശുശ്രൂഷിച്ച ദൈവദാസന്മാരുടെ മേലും, ദൈവദാസിയുടെ മേലും, അവരുടെ കുടുംബങ്ങളുടെ മേലും, അവരുടെ ശുശ്രൂഷകളുടെ മേലും ഇന്നു മുതൽ അനേക ക്രിസ്തുവേശുവിന്റെ എല്ലാവരും ഉണ്ടായിരിക്കും മാറാകട്ടെ. ആമേൻ. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സിസ്റ്ററെ, താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ. ഗുഡ് നൈറ്റ് ഓൾ. നാളെ കാണുന്നവരെ എല്ലാവരെയും കർത്താവ് ചിറകടി സൂക്ഷിക്കട്ടെ, മറക്കട്ടെ. പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാവർക്കും ഒരു പുതിയ മാസം ആശംസിക്കുന്നു. ഇതുവരെ പ്രാർത്ഥിച്ചതിനെല്ലാം വരുന്ന മാസം മറുപടിയുടെ മാസമാ. ആമേൻ. താങ്ക് യു പാസ്റ്ററെ. അയ്യോ, നമ്മുടെ പാസ്റ്ററെ ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. ബിന്ദു വിജയന്റെ മകൻ നാളെ പോവുകയാണ്, പൂനായ്ക്ക് പോവും. അപ്പൊ ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ പാസ്റ്ററെ. ബിന്ദു വിജയനുണ്ട്. വേണമെങ്കിൽ ലൈവ് ഓഫ് ചെയ്തു. അതെ, സിജോ